സാർ, ഇന്നലെ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസ് നൽകിയപ്പോൾ പ്രതിപക്ഷം കരുതിയത് സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ പ്രതിപക്ഷത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി തന്നെ ഈ നോട്ടീസ് ചർച്ച ചെയ്യണം, അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണം എന്ന നിലപാടെടുത്തു. ശേഷം ഈ സഭയിൽ കണ്ടത് എന്താണ് എന്ന് ആവർത്തിച്ച് ഞാൻ സമയം കളയേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും കണ്ടതാണ്, ലോകം മുഴുവൻ കണ്ടതാണ്. സ്വന്തം അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് കൊടുത്ത ശേഷം ബഹളമുണ്ടാക്കി സഭ നിർത്തിവെപ്പിച്ച് തങ്ങൾ കൊടുത്ത നോട്ടീസിന് അതിനോടൊരു ഉത്തരവാദിത്വവും കാണിക്കാതെ ഇന്നലെ പ്രതിപക്ഷം പോയത് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ജാള്യവും ക്ഷീണവും തീർക്കാൻ ഇന്ന് വീണ്ടും ഒരു നോട്ടീസായിട്ട് വരികയല്ലാതെ വേറൊരു മാർഗവും പ്രതിപക്ഷത്തിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഇന്നലെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ അതേ ആത്മവിശ്വാസത്തോടെ മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞു ഇത് അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യണം എന്നത്. സർ, ഈ സർക്കാരിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ, ഒന്നും മറയ്ക്കാനില്ല എന്ന ആത്മവിശ്വാസത്തിൻ്റെ നിദർശനമാണ് നാം ഇന്നലെയും ഇന്നും കണ്ടത്. ഈ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യണം എന്ന് തന്നെ ഞങ്ങൾ സർക്കാർ തീരുമാനിച്ചതിൻ്റെ കാരണം കേരളത്തിൽ ഒരു വലിയ യുദ്ധം ഇടതുപക്ഷത്തിനെതിരായും ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിനുമെതിരായും പുറത്തഴിച്ചു വിട്ടിരിക്കുകയാണ്. ആ യുദ്ധത്തിൽ തീവ്ര ഇടതുപക്ഷം മുതൽ തീവ്ര വലതുപക്ഷം വരെ ഉള്ള രാഷ്ട്രീയ ശക്തികൾ, വർഗീയ ശക്തികളുണ്ട്. അവർ മാത്രമല്ല അതിലുള്ളത്. അവർക്ക് പിൻബലമൊരുക്കിക്കൊണ്ട് കേരളത്തിലെ മാധ്യമ ശൃംഖലയാകെ അണിനിരന്നിട്ടുണ്ട്. സാർ, ഈ യുദ്ധത്തിൻ്റെ നേരത്തെയും ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരും വലിയ ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ ഞങ്ങളോളം ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള ആരും ഉണ്ടാവില്ല. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ കാലത്ത് തൂക്കിലേറ്റപ്പെട്ടവരുണ്ട്. മഠത്തിലപ്പവും ചിരുവണ്ടനും അബൂബക്കറും കുഞ്ഞമ്പു നായരുമെല്ലാം തൂക്കിലേറ്റപ്പെട്ടവരാണ്. സർദാർ ഗോപാലകൃഷ്ണൻ തടവറയിൽ ലോക്കപ്പിൽ കൊല്ലപ്പെട്ടവനാണ്. മണ്ടോടിക്കണ്ണനെ ലോക്കപ്പിൽ ഇടിച്ചു കൊന്നത് ഈ കേരളത്തിൻ്റെ ചരിത്രമാണ്. 218 CPIM-ന്റെ പ്രവർത്തകരാണ് സർ കേരളത്തിൽ RSSന്റെ കൊലക്കത്തിക്കിരയായി രക്തസാക്ഷികളായി മാറിയിട്ടുള്ളത്. 218 CPIM പ്രവർത്തകർ. ആക്രമണങ്ങൾ സർ, പ്ലീസ് കേൾക്ക് വിൻസെന്റ്, അങ്ങേ കമന്റ് വിൻസെന്റ് പറഞ്ഞു കൊടുക്കും. ഞാൻ ഉണ്ടായിട്ടില്ല. അങ്ങ് സംസാരിച്ചോ സർ. 218 CPIM-ന്റെ പ്രവർത്തകരെ RSS കൊലപ്പെടുത്തിയിട്ടുണ്ട്. വിമോചന സമരകാലത്ത് കുറുവടിപ്പടയുണ്ടാക്കിയിട്ട് ഇവരടങ്ങുന്ന സംഘം ഞങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. ഞങ്ങളെ മാത്രമല്ല, മൊയാരത്ത് ശങ്കരനെ തല്ലിക്കൊന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയിട്ടുള്ള നേതാവാണ് മൊയാരത്ത് ശങ്കരൻ. സാർ, ഈ ആക്രമണങ്ങളെല്ലാം ഞങ്ങൾക്ക് നേരെ വന്നിട്ടുള്ളത്, ആ ആക്രമണങ്ങളെല്ലാം ആയുധം കൊണ്ടുള്ള ആക്രമണമായിരുന്നു. അവിടെ കത്തിയും തോക്കുമെല്ലാം ഞങ്ങൾക്ക് നേരെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അസത്യങ്ങൾ ആയുധമായി വർഷിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിനും ഇടതുപക്ഷം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനുമെതിരെ കേരളത്തിൽ വിപുലമായൊരു യുദ്ധസന്നാഹം ഒരുക്കിയിരിക്കുന്നത്. അസത്യങ്ങൾ അനുദിനമെന്നല്ല അനുനിമിഷം ബോംബുകൾ പോലെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അസത്യവർഷത്തെ നേരിടാനാണ് ഗവൺമെന്റ് ഇന്നലെയും പറഞ്ഞത് ചർച്ചയാവാമെന്ന്, ഇന്നും ചർച്ചയാവാം എന്ന് പറയുന്നത്. ആ അസത്യത്തെ വസ്തുതകൾ കൊണ്ട്, സത്യങ്ങൾ കൊണ്ട് ഈ സഭാതലത്തിൽ നേരിടാം എന്ന ഞങ്ങളുടെ ആത്മവിശ്വാസം, ആർജവം, അതാണ് ഞങ്ങളെ ഈ ചർച്ചയ്ക്ക്, അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചയ്ക്ക് നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഞാനിവിടെ ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനൊന്നും മുതിരുന്നില്ല. വസ്തുതകൾ ഞങ്ങൾക്ക് പറഞ്ഞാലും തീരാത്തത്രയുണ്ട്. എന്തുകൊണ്ട് പ്രതിപക്ഷം ഇന്നലെ
ഇവിടെ നിന്ന് പോയത്? കാരണം അവർക്ക് വസ്തുതകളെ നേരിടാനാവില്ല, സത്യങ്ങളെ നേരിടാനാവില്ല. അവർ എവിടേക്കാണ് സർ ഇവിടെ നിന്ന് ഓടിപ്പോയത്? പുറത്ത് കാത്തിരിക്കുന്ന മാധ്യമങ്ങളുടെ മടിത്തട്ടിലേക്കാണ് സഭയിൽ നിന്ന് ഒളിച്ചോടിയ പ്രതിപക്ഷം എത്തിച്ചേർന്നത്. കാരണം അവർക്ക് ജയിക്കാൻ ഈ മാധ്യമ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ കഴിയൂ. അതെ, PR-നെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ PR കിട്ടിയ സൗഭാഗ്യവാന്മാരാണ് സർ കേരളത്തിലെ വലതുപക്ഷം, പ്രതിപക്ഷം. മാധ്യമങ്ങളുടെ മടിത്തട്ടിൽ മയങ്ങുന്നവരാണ് സർ. മാധ്യമങ്ങളുടെ പരിലാളന ഏറ്റുവാങ്ങി അവരുടെ അരുമകളായി വളർന്നു വന്നവർ. അവരൊരുക്കിയ തേർത്തട്ടിൽ നിന്ന് ഇടതുപക്ഷത്തിനു നേരെ, ഈ സർക്കാരിനു നേരെ അസത്യങ്ങളുടെ വ്യാജ ബോംബുകൾ വർഷിക്കുന്നവരാണ്. അതിനെ നേരിടാനാണ് ഞങ്ങൾ ഇവിടെ ചർച്ചയാവാം എന്ന് പറഞ്ഞത്. സർ, എന്തെല്ലാം കാര്യങ്ങൾ ഈ നോട്ടീസിൻ്റെ പേരിൽ, ചർച്ചയുടെ പേരിൽ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്, എല്ലാത്തിനും വസ്തുതകൾ നിരത്തി മറുപടി പറയാം. അത് കേൾക്കാനുള്ള ക്ഷമയും സഹിഷ്ണുതയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു തരത്തിലും ഒരാക്ഷേപവും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ആദ്യം തന്നെ പറയട്ടെ. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരുമെന്ന് പ്രതീക്ഷിക്കരുത്. സർ, ഇവിടെ പറഞ്ഞത് ഇതെങ്ങനെ പ്രൊവോക്കേഷൻ ആവുന്നത്? സർ, ഞങ്ങൾ ചിരിച്ചാൽ കുറ്റം, ഞങ്ങൾ ഗൗരവത്തിൽ പറഞ്ഞാൽ അതും കുറ്റം. ഇത്ര കാലം ഞങ്ങൾ ചിരിക്കുന്നില്ല എന്നായിരുന്നു പരാതി. ഇപ്പോ നിങ്ങൾ ചിരിക്കുന്നതിനെ പോലും ഭയപ്പെടാൻ തുടങ്ങിയോ? സർ, ഞാൻ ഓരോ കമന്റിനും മറുപടി പറയുന്നില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞതിനോട് മാത്രം പ്രതികരിച്ചു എന്നേ ഉള്ളൂ. ഓരോന്നിനും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സർ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വന്നു. ADGPയെ കുറിച്ച് വന്നു, പിന്നെ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് വന്നു. മലപ്പുറത്തെ മുൻനിർത്തി വളരെ അപകടകരമായ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ പുറത്ത് നടത്തിയ അതേ ശ്രമം നിയമസഭയിലും നടത്തി എന്നത് വളരെ നിർഭാഗ്യകരമാണ്, ഞെട്ടിപ്പിക്കുന്നതാണ്. അതാണ് ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട നിയമമന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അത്തരമൊരു നെറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നതിന് ഒരു തരത്തിലും കൂട്ടുനിൽക്കാൻ ഞങ്ങൾക്കാവില്ല എന്നതുകൊണ്ടാണ് അതേ സമയം തന്നെ അദ്ദേഹം അപ്പോൾ തന്നെ ഇടപെട്ട് തിരുത്തിയത്. അങ്ങേക്കും അതിൻ്റെ അപകടം ശരിയായി തന്നെ മനസ്സിലാക്കി അങ്ങ് ഉൾക്കൊണ്ടു എന്നതിലും സന്തോഷം രേഖപ്പെടുത്തുകയാണ്. സർ, ഇവിടെ ഒരു പ്രചരണം എന്താണ്? ADGPയുടെ പേരിലാണല്ലോ ഇതിൽ കുറേ കാര്യങ്ങൾ വന്നത്. സർ, ADGP ആയിട്ടുള്ളയാൾ, ക്രമസമാധാന ചുമതല വഹിച്ചിരുന്ന ADGP RSS നേതാക്കളെ സന്ദർശിച്ചതിനെ പറ്റിയിട്ട് ആരോപണം ഉയർന്നു വന്നു. അത് സംബന്ധിച്ച് ആരോപണമാണല്ലോ വന്നതാദ്യം. അത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അന്വേഷിച്ചു. സർ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് ഇങ്ങനൊരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് വ്യക്തതയില്ല. പോലീസ് മേധാവി നേരിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഏറ്റവും ഉന്നത തലത്തിലുള്ള സംവിധാനം ഏർപ്പെടുത്തി ആ കാര്യം അന്വേഷിച്ചു. സർ, അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് പ്രകാരം ADGPയെ ആരോപണമുക്തനാക്കാനുള്ള തെളിവുകൾ ഇല്ല. എന്നാൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ തെളിയിക്കപ്പെടാനുള്ള തെളിവുകളും കണ്ടെത്താനായിട്ടില്ല. സാർ, ഞാൻ പറഞ്ഞു വരട്ടെ, ക്ഷമിക്കൂ. റണ്ണിംഗ് കമന്ററി ഇഗ്നോർ ചെയ്തേക്ക്. സാർ, സർക്കാരിൻ്റെ തലത്തിൽ ഈ റിപ്പോർട്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശോധിച്ചു കഴിയുകയുണ്ടായി. ആ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ സർക്കാരിന് സ്വീകരിക്കാവുന്ന ഏറ്റവും ഉചിതമായ നടപടി ADGPയുടെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്വേഷണ സംഘത്തിന് മൊഴി കൊടുത്തതായി മനസ്സിലാക്കുന്നത് RSS നേതാക്കളെ കണ്ടതൊരു കട്സി കാൾ മാത്രമാണ് എന്നതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇവിടെ വരുന്ന ഇങ്ങനെയുള്ള എല്ലാ പാർട്ടികളുടെയും നേതാക്കളെ അദ്ദേഹം കാണാറുണ്ട് എന്ന് മൊഴി കൊടുത്തതായിട്ടാണ് മനസ്സിലാവുന്നത്. അതേസമയം മാധ്യമങ്ങളിൽ ചില വാർത്തകൾ വന്നിട്ടുണ്ട്. അവസാനം പോരെ, അങ്ങ് തുടർച്ചയായിട്ട് ഇടപെട്ട് അങ്ങ് പറയുന്നു ADGPക്കെതിരായിട്ട് DGP അന്വേഷണം നടത്തിയ ആ DGPക്ക് കൊടുത്ത മൊഴി, അജിത് കുമാർ കൊടുത്ത മൊഴി
അങ്ങ് അസംബ്ലിയിൽ വന്ന് പറയാണ് അന്വേഷണം പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അന്വേഷണത്തിൻ്റെ ഇടയിൽ അജിത് കുമാർ DGPക്ക് കൊടുത്ത മൊഴി എങ്ങനെയാണ് മന്ത്രിയായ അങ്ങ് അറിഞ്ഞത്? അങ്ങ് പറയണം. അപ്പോൾ അന്വേഷണത്തിൽ നിങ്ങൾ ഇടപെടുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ DGP നടത്തുന്ന നിഷ്പക്ഷമായ അന്വേഷണത്തിലെ വിവരങ്ങൾ അഡീഷണൽ DGP കൊടുത്ത മൊഴി മന്ത്രിമാരെ എങ്ങനെ അറിയുന്നത്? സാർ, പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ മനസ്സിലാക്കുന്നു എന്നാണ് ഞാനിവിടെ പറഞ്ഞത്. ഞാൻ ആധികാരികമായ റിപ്പോർട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ വാചകം കൃത്യമായിട്ട് രേഖയിലുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ശരി. അതേസമയം മാധ്യമ വാർത്തകൾ ഇവിടെ വരികയുണ്ടായി. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് RSS ജനറൽ സെക്രട്ടറിയെ കണ്ടത് എന്ന തരത്തിലുള്ള ചില വാർത്തകളുണ്ടായി. DGP ആവാൻ വേണ്ടി UPSC തയ്യാറാക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ട്. സാർ, അങ്ങനെ ഏതെങ്കിലും വ്യക്തിപരമായിട്ടുള്ളൊരു ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ADGP RSS നേതാക്കളെ കണ്ടിട്ടുള്ളത് എങ്കിൽ അത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്. ഇപ്പം ഗൗരവമായിട്ട് ഇക്കാര്യങ്ങളെല്ലാം സർക്കാർ പരിശോധിക്കുകയുമാണ്. സാർ, ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ആരോ സംസാരിക്കുമ്പോൾ, മുസ്ലിം ലീഗിൻ്റെ അംഗങ്ങൾ ആരോ സംസാരിക്കുമ്പോൾ പറഞ്ഞു എന്നാണ് ഞാൻ ഓർക്കുന്നത്, മറ്റൊരു RSS നേതാവുമായി വയനാട്ടിൽ കൂടിക്കാഴ്ച നടത്തി. സാർ, അവിടെ ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായിട്ടും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രങ്ങൾ ചില പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. വയനാട്ടിൽ പലരും സന്ദർശിച്ചിട്ടുണ്ടാവുമല്ലോ, ദുരന്ത മേഖലയിൽ. അങ്ങനെ സന്ദർശിച്ച സ്ഥലങ്ങളിൽ ADGP അവിടെ ചുമതലയായിട്ടുണ്ടായിരുന്നു. അവിടെ പലരോടും സംസാരിച്ചിട്ടുണ്ടാവും. ഒരു ദുരന്തമുഖത്ത് മറുപടി പറഞ്ഞോ. ദുരന്തമുഖത്ത് ഇങ്ങനെ വന്ന ആളുകളുടെ ഓരോ ആളുകളുമായിട്ട് സംസാരിച്ചത് ഈ നിലയിൽ ഉന്നയിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. സർ, പിന്നെ ഇവിടെ ഉന്നയിച്ച വേറൊരു കാര്യം എന്താ? ADGPയെ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നാണ്? മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത്. അത് UDFൻ്റെ നേതാക്കളെല്ലാവരും ഈ കാര്യം ഇവിടെ ആവർത്തിക്കുകയുണ്ടായി. പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. ഒരു പൊളിറ്റിക്കൽ കോൺട്രാക്റ്റ് ആയിരുന്നു എന്നതാണ് പ്രചരണം. തുടക്കം മുതലുള്ള പ്രചരണം അതാണ്. അങ്ങനെ പ്രചരിപ്പിച്ചാലേ നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് സർക്കാരിനെയും ഇടതുപക്ഷത്തെയും ആക്രമിക്കാൻ കഴിയൂ. അതിനുവേണ്ടി നിങ്ങൾ കെട്ടിച്ചമച്ചിട്ടുള്ള ഒരു വാദമാണത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരെ അങ്ങനെ ഉപയോഗിക്കുന്ന ശീലമില്ല. അതിൻ്റെ ആവശ്യമുള്ള ഒരു പാർട്ടിയല്ല CPIM. കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള, ഏറ്റവും ജനപിന്തുണയുള്ള ഒരു പാർട്ടി. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പ്രവർത്തന രീതി, ഞങ്ങളുടെ കേഡർമാർ, അല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാരെ ഒരു കാര്യത്തിനും ഉപയോഗിക്കുന്ന ശീലം ഞങ്ങളുടേതല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സഭയ്ക്ക് പുറത്ത് പത്രസമ്മേളനത്തിൽ പറഞ്ഞു, അത് തെറ്റായ ആ ശീലം നിങ്ങളുടേതാണ്. ജയറാം പടിക്കലിൻ്റെ ആത്മകഥയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് കോൺഗ്രസ് RSS ചർച്ചയ്ക്ക് വേണ്ടി ജയറാം പടിക്കലിനെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ നിയോഗിച്ചത് എന്ന് ആ പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ പൊളിറ്റിക്കൽ കോൺട്രാക്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആരാണ് ആ ശൈലി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്? ആരാണ് ഈ ഇടനിലക്കാരെ ഉപയോഗിക്കുന്ന ശൈലി കൊണ്ടുവന്നിട്ടുള്ളത്? ഇത് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലി 1986 സെപ്റ്റംബർ 20-27 ലക്കം. സെപ്റ്റംബർ 20-27 ലക്കം. അതെ, നിങ്ങൾക്ക് ലോകത്ത് ഏത് കാര്യത്തെക്കുറിച്ചും പറയാം. With the decline of any second level group of politicians, bureaucracy has extended its control over Indian public life, increasingly suffocating by a self-reproducing, obstructive, unproductive and unrepresentative apparatus. ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെയാണ് ഉപയോഗിച്ച് അവർ രാഷ്ട്രീയ നേതൃത്വത്തിന് മുകളിൽ വന്നത് എന്ന് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലിയിൽ വളരെ പ്രമുഖനായ
രാഷ്ട്രീയ പണ്ഡിതനായ സുദീപ്ത കവിരാജ് ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് എഴുതിയതാണ്. ഇന്ദിരാഗാന്ധി ആൻഡ് ഇന്ത്യൻ പൊളിറ്റിക്സ്. വിശദമായ ദീർഘമായ പഠനമാണ്. ആ പഠനമുടനീളം എങ്ങനെയാണ് ഇന്ദിരാഗാന്ധി ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ നേതൃത്വത്തിന് മുകളിൽ പ്രതിഷ്ഠിച്ചത് എന്നും അവരെ പലപ്പോഴും ഇടനിലക്കാരായി ഉപയോഗിച്ചത് എന്നും വിശദീകരിക്കുന്ന ഒരു പഠനമാണ്. സാധാരണ റിപ്പോർട്ടല്ല, ആഴത്തിലുള്ള ഒരു പഠനം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒരു ഭാഗം കൂടി ഞാൻ വായിക്കാം, എല്ലാം വായിക്കുന്നില്ല. പീപ്പിൾ ഹൂ വർ pressed into political service were more in the nature of political contractors who were willing to go to any length to dragoon votes, systematically replacing അങ്ങനെ തുറന്നു പോവാണ്. പൊളിറ്റിക്കൽ കോൺട്രാക്ടേഴ്സ് എന്ന പദം ഇന്ദിരാഗാന്ധിയെക്കുറിച്ചാണ് ഈ പഠനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങളുടെ ശീലമല്ല. ജയറാം മെഡിക്കലിനെ ഉപയോഗിച്ചത്, പൊളിറ്റിക്കൽ കോൺട്രാക്ടേഴ്സിനെ ഡൽഹിയിൽ ഉപയോഗിച്ചത് ഒന്നും ഞങ്ങളുടെ ശീലമല്ല. മാത്രമല്ല 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി RSSന്റെ പിന്തുണ ഉറപ്പിക്കുന്നതിന് വേണ്ടി RSS മേധാവിയായിരുന്ന സർസംഘചാലകായിരുന്ന ദേവറസിനെ കാണാൻ രാജീവ് ഗാന്ധി പറഞ്ഞയച്ചത് ഗോവ ഗവർണറായിരുന്ന ഭാനുപ്രകാശിനെയാണ് എന്ന കാര്യം ഞാൻ പറയുന്നതല്ല. അടുത്ത ദിവസം മരിച്ചുപോയ പ്രഗത്ഭനായ നിയമപണ്ഡിതനും ചരിത്രകാരനുമായ AG നുറാനിയാണ് അത് എഴുതിയിട്ടുള്ളത്. ഗോവ ഗവർണറെ RSS സർസംഘചാലകുമായിട്ടുള്ള ചർച്ചയ്ക്ക് അയച്ചത് എന്ന് 89 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി. പിന്നെ നിങ്ങളിപ്പോൾ ADGP RSS നേതാവിനെ കണ്ടതിനെക്കുറിച്ച് പറയുന്നു. രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഭൂട്ടാ സിംഗ് ദേവറസിനെ കണ്ടതിനെക്കുറിച്ചും ജനറൽ സെക്രട്ടറി രാജേന്ദ്ര സിംഗിനെ കുറിച്ച് കണ്ടതിനെക്കുറിച്ചും പറയുന്നത് ആരാണ്? AG നുറാനിയാണ്. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരെ ഉപയോഗിക്കുന്ന രീതി ഞങ്ങളുടേതല്ല. ആ തൂവൽ ഞങ്ങൾക്ക് ചേരുന്നതല്ല. നിങ്ങളുടെ തന്നെ തൊപ്പിയിൽ പരമ്പരാഗതമായി അണിഞ്ഞിട്ടുള്ള തൂവലാണിത് എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സർ, ഇവിടെ പറഞ്ഞല്ലോ സ്വർണത്തിൻ്റെ കാര്യം ഇവിടെ ധാരാളമായിട്ട് പറയുകയുണ്ടായി. അതിൻ്റെ പേരിൽ ഒരു ജില്ലയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നു എന്നും ഇവിടെ പറയുകയുണ്ടായി. സർ, സ്വർണ്ണക്കടത്ത്, ഹവാല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ലല്ലോ. നികുതി വെട്ടിപ്പ് അതൊക്കെ രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണ് എന്നതിൽ ആർക്കും തർക്കം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമല്ല, എല്ലാ ജില്ലയിലും ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നടപടി സ്വീകരിച്ചപ്പോഴോ പോലീസ് പിടിക്കുന്ന കേസുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ചിലർക്കൊരു സംശയമുണ്ട്, എന്തിനാണ് പോലീസ് സ്വർണ്ണക്കടത്ത് പിടിക്കുന്നത്? അതിന് കസ്റ്റംസ് പിടിച്ചാൽ പോരെ? ആ സംശയം ചിലരറിയാതെ ഉന്നയിക്കുന്നതാവാം, ചിലർ വളരെ കുശാഗ്രബുദ്ധിയോടുകൂടി ചോദിക്കുന്ന ചോദ്യമാണ്. എന്താ കാരണം എന്നറിയാമോ? കസ്റ്റംസ് സ്വർണ്ണക്കടത്ത് പിടിച്ചാൽ, സ്വർണം പിടിച്ചാൽ ഫൈനടച്ച് സ്വർണം തിരിച്ചു കിട്ടും. കാരിയർമാർക്ക് അത് തിരിച്ചു കിട്ടും. ആർക്ക് ഉദ്ദേശിച്ചാണോ വന്നത് അവർക്ക് കിട്ടും. പോലീസ് സ്വർണം പിടിച്ചാൽ അത് തിരിച്ചു കിട്ടില്ല. അത് തെഫ്റ്റ് കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് തൊണ്ടി മുതലായി എവിടെ എത്തും? കോടതിയിലെത്തും. അപ്പം എന്തിനാണ് പോലീസ് ഇത്ര ഉത്സാഹം കാണിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ലാക്ക് എന്താണ്? ഇപ്പോൾ കിട്ടേണ്ടവർക്ക് കള്ളക്കടത്തായി വരുന്ന സ്വർണം കിട്ടാതായി. ആ ശൃംഖലയെ മുറിച്ചു, കണ്ണി മുറിച്ചു. അപ്പോഴാണ് ഈ ചോദ്യവുമായിട്ട് ഈ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. ഇവിടെ ബഹുമാന്യനായ ഷംസുദ്ദീൻ അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് വളരെ വാചാലനായിട്ട് ഇവിടെ സംസാരിക്കുന്നത് കേട്ടു. ഞാൻ വളരെ വിനയത്തോടു കൂടി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഫൈസൽ എടശ്ശേരി എന്നൊരു പേര് ഓർമ്മയുണ്ടോ? ഫൈസൽ എടശ്ശേരി ഓർമ്മയുണ്ടാവാതിരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല. അതോ ഇനി എനിക്ക് അറിഞ്ഞുകൂടാ, പഴയൊരു സിനിമയിൽ ഇന്നസെൻ്റ് പറയുന്നത് പോലെ എന്നാൽ എനിക്കതൊന്നും ഓർമ്മയില്ല എന്ന് അദ്ദേഹം പറയുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. സർ, ഫൈസൽ എടശ്ശേരി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാവും മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ തിരുനാവായ ഡിവിഷനിൽ നിന്നുള്ള കൗൺസിലറുമാണ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ പേരിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 932 ഗ്രാം തൂക്കം വരുന്ന 8 സ്വർണ്ണ ബിസ്ക്കറ്റുകളുമായി അദ്ദേഹത്തെ പിടികൂടിയ കേസില്ലേ? അപ്പോൾ ശ്രീ ഷംസുദ്ദീൻ ആത്മാർത്ഥമായിട്ടാണ് ഇത് പറയുന്നത് എങ്കിൽ അദ്ദേഹം അതിനെതിരായിട്ടല്ലേ വാചാലനായി സംസാരിക്കേണ്ടിയിരുന്നത്?
അതിനെതിരായിട്ടല്ലേ ധാർമ്മിക രോഷം കൊള്ളേണ്ടിയിരുന്നത്? അപ്പോൾ നടപടി നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ, ഗൗരവമായ കുറ്റകൃത്യങ്ങളിൽ നടപടി സ്വീകരിക്കുമ്പോൾ ഒന്നുകിൽ അതിനെ ഒരു ജില്ലയെ മോശമായി ചിത്രീകരിക്കാൻ, സമുദായത്തെ മോശമായി ചിത്രീകരിക്കാൻ, അല്ലെങ്കിൽ എന്തിന് പോലീസ് നടപടി സ്വീകരിക്കുന്നു എന്നൊക്കെ, അതെ, അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, മാധ്യമങ്ങളുടെ മടിത്തട്ടിലാണ് അവർ മയങ്ങുന്നത്. അതുകൊണ്ട് ഇത് മാധ്യമങ്ങളിൽ അധികം വന്നിട്ടുള്ള കാര്യമല്ല, വരില്ല. മറിച്ച് വ്യക്തിയെക്കുറിച്ച് പറയുന്ന ഒരു ആരോപണം ഇപ്പം നിങ്ങൾ പറയുമ്പോഴാണ് കേൾക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കണം. അതിന് ഒരു ജില്ലയെയും ഒരു സമൂഹത്തെയും PR ഏജൻസി വെച്ച് അവഹേളിച്ചതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. വ്യക്തികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് നടപടികളാവാം. ഞാൻ ചോദ്യമാണെന്ന് വെച്ചിട്ടാണ് ഇരുന്നത്. ചോദ്യം അല്ല, നടപടി എടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം ഈ നടപടിയെടുക്കണമെന്ന് അങ്ങയുടെ ശുപാർശയ്ക്ക് വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. നടപടി എടുത്തു സർക്കാർ, നടപടിയെടുത്തു, കേസുണ്ട് എന്ന കാര്യമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത്. സർ, തെറ്റായ പ്രവണതകളെ അംഗീകരിക്കില്ല എന്ന് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് സ്വർണ്ണക്കടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹവാലയുടെ കാര്യത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ നയവും നിലപാടും തെറ്റായ ഒരു നടപടികളെയും ഒരു കുറ്റകൃത്യത്തെയും അംഗീകരിക്കില്ല എന്നതാണ്. ഇവിടെ ബഹുമാന്യനായ, വളരെ ആദരണീയനായ, വളരെ സമചിത്തതയോടെ മാത്രം സംസാരിക്കാറുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലും ഇന്ന് പറഞ്ഞു, മലപ്പുറം ജില്ലയിൽ പോലീസ് ആളുകളെ വെറുതെ ബുദ്ധിമുട്ടിക്കുകയാണ്, ഒരു SP മുൻനിർത്തി കേസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു, ഏറ്റവും കൂടുതൽ കേസുള്ള ജില്ലയാക്കി മലപ്പുറത്തെ മാറ്റി തുടങ്ങിയ പുറത്തു നടക്കുന്ന പ്രചരണങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള വളരെ സൗമ്യമായ ശൈലിയിലാണെങ്കിലും ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. സർ, അത് വസ്തുതയല്ല. എൻ്റെ കയ്യിൽ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ പോലീസ് സ്വമേധയാ എടുത്ത കേസുകളുടെയും രജിസ്റ്റർ ചെയ്ത ആകെ FIRകളുടെയും ഒക്കെ കണക്കുണ്ട്. ചിലത് ഞാൻ വായിക്കാം. ഏത് ജില്ലയുമായി താരതമ്യപ്പെടുത്താനും, ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഏത് ജില്ലയുമായി താരതമ്യം ചെയ്താലും, ജനസംഖ്യാനുപാതികമായി നോക്കിയാലും മലപ്പുറം ജില്ലയിൽ കേസുകളുടെ എണ്ണം താരതമ്യേന കുറവാണ്. പക്ഷെ എന്താ പുറത്ത് സൃഷ്ടിക്കുന്ന നെറേറ്റീവ് എന്താണ്? അത് ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ്. അത് നിഷ്കളങ്കമായി സൃഷ്ടിക്കുന്നതല്ല, ഉണ്ടാവുന്നതല്ല. അത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പോലെയുള്ള തീവ്രവർഗീയ ശക്തികൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണമാണ്. നിർഭാഗ്യവശാൽ ആ കുപ്രചരണം ഏറ്റുപിടിക്കുന്നവരായി, അത് നിയമസഭയിൽ പോലും ഉന്നയിക്കാൻ തയ്യാറാവുന്നവരായി ലീഗിൻ്റെ അംഗങ്ങൾ മാറുന്നു എന്നത് ഇന്ന് കേരളത്തിലെ UDF രാഷ്ട്രീയത്തിന് വന്നിട്ടുള്ള അപജയത്തിൻ്റെ ഉദാഹരണമാണ്. അവർ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. നിങ്ങളുടെ ബുദ്ധികേന്ദ്രം അവരാണ്. അവരുടെ ബുദ്ധികേന്ദ്രങ്ങളിൽ വിരിയുന്ന വിഷലിപ്തമായിട്ടുള്ള പ്രചരണങ്ങളുടെ പ്രചാരകരും വാഹകരുമായി നിങ്ങൾ മാറുന്നു എന്നത് വളരെ നടുക്കത്തോടെയാണ് ഈ നാട് കാണുന്നത്. നിങ്ങളാണ് അതിന് അങ്ങനെ ഒരു നിറം കൊടുക്കുന്നത്. സർ, മലപ്പുറം ജില്ലയിലെ കേസുകളുടെ എണ്ണം നോക്കാം. 2016 ആകെ രജിസ്റ്റർ ചെയ്ത FIRകളുടെ എണ്ണം 19,722. തൊട്ടടുത്ത പാലക്കാട് ജില്ല, എൻ്റെ ജില്ല, ആ വർഷം രജിസ്റ്റർ ചെയ്തത് 29,683 കേസ് FIRകൾ. പോലീസ് സ്വമേധയാ ചാർജ് ചെയ്ത കേസുകളുടെ എണ്ണം 2023 മലപ്പുറം ജില്ലയിൽ എത്രയാണ്? 33,133. തലസ്ഥാന ജില്ല തിരുവനന്തപുരത്ത് എത്രയാണ്? 68,097. അതിൻ്റെ ഇരട്ടി കൂടുതലാണ്. പോലീസ് സ്വമേധയാ എടുക്കുന്ന കേസുകളുടെ ജനസംഖ്യാനുപാതികമായിട്ടുള്ള കണക്ക് നോക്കിയാൽ മലപ്പുറം ജില്ലയിൽ 5.98 ജനസംഖ്യാനുപാതികമായി, കൊല്ലത്ത് 9.34, ആലപ്പുഴയിൽ താരതമ്യേന ചെറിയ ജില്ലയായ ആലപ്പുഴയിൽ 8.32, ഇടുക്കിയിൽ 14.18. എന്താണ് ഈ പ്രചരണത്തിന്റെ അടിസ്ഥാനം? എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ശുദ്ധഗതി കൊണ്ട് നടത്തുന്ന പ്രചരണമാണോ? അപ്പൊ ഏതറ്റം വരെയാണ് വസ്തുതകളെ വളച്ചൊടിക്കുന്നത് എന്നതല്ലേ ഇതെല്ലാം കാണിക്കുന്നത്? പിന്നെ ഇവിടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് വളരെ ആധികാരികമായിട്ട് പറയുന്നത് കേട്ടു. ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ കുറിച്ച് മെയ് 24-ാം തീയതി മുഖ്യമന്ത്രിക്ക് ADGPയുടെ സന്ദർശനത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നടപടിയെടുത്തില്ല എന്നാണ്. സാർ, എത്രത്തോളം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആധികാരികമെന്ന വ്യാജേന അവതരിപ്പിക്കാം എന്നതിൻ്റെ ഉദാഹരണമാണത്. അദ്ദേഹത്തിൻ്റെ ആ ആത്മവിശ്വാസ പ്രകടനം ഈ
വസ്തുതാവിരുദ്ധതയെ മറച്ചുവെക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം സഭയുടെ മേശപ്പുറത്ത് വെക്കട്ടെ, സഭയുടെ മേശപ്പുറത്ത് വെക്കട്ടെ. രണ്ട് കാര്യങ്ങളുണ്ട്. 24 23-ാം തീയതി രാവിലെ കിട്ടിയെന്ന്, 22-ാം തീയതിയാണ് അവർ തമ്മിൽ മീറ്റ് ചെയ്തത്. 23-ാം തീയതി ഇത് ഞാൻ ഒരാഴ്ച മുമ്പ് തന്നെ പത്രസമ്മേളനം നടത്തി ആധികാരികമായി പറയുന്നു, മുഖ്യമന്ത്രി നിഷേധിക്കുമോ എന്ന് ചോദിച്ചു. മുഖ്യമന്ത്രി നിഷേധിച്ചിട്ടില്ല. പിന്നെ ഈ ഞാനല്ലേ പറയുന്നത്, മുഖ്യമന്ത്രി ഈ ADGP ഇദ്ദേഹത്തെ കണ്ടത് 100%. ഞാൻ ടേബിളിന് പുറത്തേക്ക് ഉണ്ടല്ലോ, ഞാൻ തെളിവ് വന്നോളാം, ഞാൻ തെളിവ് തരാം. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ തരാം. ഞാൻ പറയട്ടെ, ഒരാഴ്ച മുമ്പ് ഞാൻ ആദ്യം ADGP ഈ RSS നേതാവിനെ കണ്ടു എന്ന ആരോപണം ഉന്നയിച്ചാണല്ലോ. എല്ലാവരും നിഷേധിച്ചല്ലോ, നിങ്ങളും നിഷേധിച്ചു, RSS നേതാക്കളും നിഷേധിച്ചു. പിന്നെ നിങ്ങൾ രണ്ടു കൂട്ടരും ഇപ്പോൾ സമ്മതിച്ചല്ലോ. ഇപ്പോൾ RSS നേതാവിനെ എന്തിനാണ് കണ്ടത് എന്നുള്ള അന്വേഷണം പ്രഖ്യാപിച്ചല്ലോ, നിങ്ങൾ നിഷേധിച്ചത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ ആധികാരികമായി പറയുന്നു. അത് എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എല്ലാ ദിവസവും രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന്, സാധനങ്ങളുടെ വിലയും വരും, ഇൻ്റലിജൻസ് റിപ്പോർട്ടും വരും. എല്ലാ മുഖ്യമന്ത്രിമാരുടെ ടേബിൾ 23-ാം തീയതി മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ഇതുണ്ടായിരുന്നു. മുഖ്യമന്ത്രി നിഷേധിക്കട്ടെ. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞത് RSS നേതാക്കളുമായി കണ്ടു എന്ന കാര്യം ഉടൻ തന്നെ പലരും തള്ളിക്കളഞ്ഞു. ഇതിൻ്റെ രേഖ വന്നിരുന്നു. കണ്ട കാര്യത്തില്ല, കണ്ടത് സംബന്ധിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് എന്ന ഒരു നിർമ്മിതി വളരെ ബോധപൂർവം നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് സർക്കാരിന് വേണ്ടി ആധികാരികമായിട്ട് ഇപ്പോൾ പറയുന്നു. അങ്ങ് ഈ സഭയിൽ വളരെ ആധികാരികമായി പറയുന്നു. അപ്പോൾ അങ്ങ് പറയുന്നത് ആ രേഖ അങ്ങ് മേശപ്പുറത്ത് വയ്ക്കാൻ അങ്ങേക്ക് ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ആധികാരികമായി തെളിവ് വേണ്ടേ? അല്ലാതെ ഞാൻ പറയട്ടെ അങ്ങ് ഞാൻ പറയട്ടെ ഇവിടെ പ്രതിപക്ഷ നേതാവ് വളരെ ഉത്തരവാദിത്തമുള്ളൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണല്ലോ. അദ്ദേഹം പറഞ്ഞത് തെളിവ് ഹാജരാക്കാന്ന. തെളിവ് എന്താ ഹാജരാക്കാനുള്ളത്? പിന്നെ വീഡിയോ വെച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടോ? അതേ ഇപ്പോൾ 5 മിനിറ്റ് 2 മിനിറ്റ് മുമ്പ് പറഞ്ഞത് അത് സംബന്ധിച്ച് ഞാൻ തെളിവ് നൽകാം. എന്തായിരിക്കണം തെളിവ്? തെളിവ് ഒന്നുകിൽ റിപ്പോർട്ടിൻ്റെ കോപ്പി ആയിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ പോയി ക്യാമറ വെച്ചിട്ട് ഇത് കൈമാറുമ്പോൾ ചിത്രീകരിച്ചതിൻ്റെ ഭാഗം കിട്ടണം. അപ്പോൾ വസ്തുതാരഹിതമായ കാര്യം അമിതമായ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് സഭയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ തെറ്റായ രീതിയാണ്. സാർ, അപ്പോൾ ഞാനിനി ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് കണ്ട ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഒരു റിപ്പോർട്ടില്ല എന്നത്. ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സഭയിൽ വെക്കാം. അദ്ദേഹം പറഞ്ഞു വ്യവസായ മന്ത്രി എന്താ പറഞ്ഞത്? ഞാൻ ഈ രേഖ ടേബിളിൽ വെക്കട്ടെ, മുഖ്യമന്ത്രിക്ക് കൊടുത്ത രേഖ ഞാനെങ്ങനെ ഞാൻ തെളിവ് തരാമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് കൊടുത്ത രേഖ ഞാൻ ചോദിക്കട്ടെ, എന്നാൽ പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണ്ടല്ലോ. നിങ്ങളുടെ ആളുകൾ TV ചാനലിൽ വന്ന് പറഞ്ഞ് എന്തെന്നാ വന്ന് പറഞ്ഞതെന്നറിയോ? അന്നത്തെ ദിവസം ഞാൻ ഈ ആരോപണം ഉന്നയിച്ച ദിവസം, അതായത് ഈ അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറി ഒസബലയെ കാണാൻ പോയത് VD സതീശന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന് ഒരു കേസുണ്ട്, ED കേസ്, അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സ്പോക്സ് പേഴ്സൺസ് പറഞ്ഞു. അപ്പം ഞാനൊരു മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഏറ്റവും പ്രധാനപ്പെട്ട ക്രമസമാധാന നില നോക്കുന്ന ഈ ഉദ്യോഗസ്ഥനെ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എനിക്ക് വിടാൻ പറ്റിയെങ്കിൽ ആ കസേരയിൽ പിണറായി വിജയൻ ഇരിക്കാൻ യോഗ്യനല്ല. ഞാൻ പറയട്ടെ, അങ്ങേക്ക് ഈ കസേരയിൽ ഇരിക്കണം നല്ല ആഗ്രഹമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതേ സന്ദർഭത്തിൽ ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്ന ഓരോ ഘട്ടത്തിലും. ഇവിടെ വന്ന കാര്യം എന്താ? അങ്ങ് തന്നെ ഈ ടെലിവിഷൻ ചർച്ചകളിൽ വിധി പ്രഖ്യാപിക്കുന്ന ആളുകളുണ്ട്. അത് നല്ലത്. നമ്മളിവിടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആധികാരികമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്നത്. അങ്ങ് പറഞ്ഞു തെളിവ് നൽകാം. ആ തെളിവ് ടെലിവിഷൻ ചർച്ചയിൽ ഏതെങ്കിലും പ്രകൃതി പറഞ്ഞ തെളിവാണെന്ന് അങ്ങേപ്പോലത്തെ ആൾ പറയുന്നത് എത്ര കുറവാണ്. പിന്നെ തെളിവ് എന്തായിരിക്കും? തെളിവ് ഒന്നുകിൽ ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ കോപ്പി ആയിരിക്കണം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ഉണ്ടാവണം. ഏതുമായിക്കോട്ടെ, അങ്ങയുടെ കയ്യിലുള്ള തെളിവ് ഏതുമാകട്ടെ, ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ കോപ്പിയോ അത് സമർപ്പിക്കുമതോ ഏതുമാകട്ടെ, അത് സഭയുടെ മേശപ്പുറത്ത് വെച്ചാൽ മതി. സാർ, അപ്പോ ഒരു കാര്യത്തിൽ ഇപ്പൊ വ്യക്തതയായി.
പ്രതിപക്ഷ നേതാവ് തന്നെ വലിയ ആരോപണമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് എന്നതൊരു ജലരേഖയാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ തീർപ്പായി. പിന്നെ അദ്ദേഹം പറഞ്ഞ ആരോപണം ഏതാണ്? അദ്ദേഹത്തിന് വേണ്ടിയാണ് ADGP പോയി കണ്ടത് എന്നത്. അത് ഞങ്ങളുടെ തലയിൽ ചാർത്തരുത്. കഴിഞ്ഞ ഏതാനും ദിവസം വരെ നിങ്ങൾക്കും മാധ്യമങ്ങൾക്കും കേരളത്തിലെ ഏറ്റവും അപ്രിയനും അസ്വീകാര്യനും അധമരാഷ്ട്രീയക്കാരനുമായിരുന്ന ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനും ഏറ്റവും പ്രിയപ്പെട്ടവനും ധാർമ്മിക രാഷ്ട്രീയത്തിൻ്റെ പ്രതീകവുമായി മാറിയ ആൾ പറഞ്ഞ ആരോപണമാണ്. ഞങ്ങൾ പറഞ്ഞതല്ല. ഞങ്ങളാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹം ആളെ പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹമാണ് ആ ആരോപണം പറഞ്ഞത്. അപ്പോൾ ഇപ്പം അദ്ദേഹത്തെ കോട്ട് ചെയ്താണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. അദ്ദേഹത്തിന് ഇത്രയും വിശ്വാസ്യതയും ആധികാരികതയും പെട്ടെന്ന് കൈവന്നോ? അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പിപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന്. സാർ, പിന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിക്കേണ്ടത്, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം വീണ്ടും ഇവിടെ പറഞ്ഞല്ലോ. സംസ്ഥാന സർക്കാർ ഇടപെടേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂള് ലിസ്റ്റ് 2 ഇനം 1 പ്രകാരം പൂർണ്ണമായിട്ടും അധികാരമുണ്ട് എന്ന കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. ആ അധികാരമുണ്ട്. പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിച്ച് സംസ്ഥാനത്തിലെ വിമാനത്താവളം വഴി സ്വർണം കണക്കിൽപ്പെടാതെ വരുമ്പോൾ അത് സ്വർണ്ണാഭരണ വിറ്റുവരവായി രൂപാന്തരപ്പെടുന്നു. വലിയ തോതിലുള്ള നികുതി ചോർച്ച സംഭവിക്കുകയാണ്. ആ നികുതി ചോർച്ച തടയാൻ ഇന്ന് രാവിലത്തെ തന്നെ ചോദ്യം അതായിരുന്നു. പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ നടപടി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഒരു ഭാഗത്ത് രാവിലെ ചോദ്യം ചോദിക്കുക, നികുതി ചോർച്ച തടയാൻ എന്ത് നടപടി സ്വീകരിച്ചു? വൈകുന്നേരം ആ നികുതി ചോർച്ച തടയാൻ സ്വീകരിക്കുന്ന നടപടികളെ സമുദായത്തിനെതിരാണെന്നും ജില്ലയ്ക്കെതിരാണെന്നും ചിത്രീകരിക്കുന്നത് കാപട്യമല്ലെങ്കിൽ പിന്നെന്താണ്? ഇരട്ടത്താപ്പല്ലെങ്കിൽ പിന്നെന്താണ്? സാർ, ഇവിടെ ഏതെങ്കിലും ഒരു ജില്ലയെയോ മതവിഭാഗത്തെയോ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഒരു പ്രസ്താവനയും മുഖ്യമന്ത്രിയുടെയോ LDF സർക്കാരിലെ ഒരാളുടെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. കാരണം ഞങ്ങൾ അങ്ങനെയല്ല കാര്യങ്ങളെ കാണുന്നത്. വസ്തുതകളായിട്ട് മാത്രമാണ് കാണുന്നത്. കേരളത്തെക്കുറിച്ചും ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെക്കുറിച്ചും തെറ്റായ അനേകം പ്രചരണങ്ങൾ രാജ്യവ്യാപകമായി സംഘപരിവാറും വർഗീയ ശക്തികളും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും കെട്ടഴിച്ചു വിട്ടിട്ടുണ്ട്. ആ പ്രചരണങ്ങളെ ചെറുക്കുന്നതിൽ എക്കാലത്തും മുന്നിൽ നിന്നിട്ടുള്ളവരാണ്, നെഞ്ചു വിരിച്ച് മുന്നിൽ നിന്നിട്ടുള്ളവരാണ് ഇടതുപക്ഷം. നിങ്ങളുണ്ടായിട്ടില്ല അതിനെ ചെറുക്കാൻ. കേരളത്തിനെതിരെ നടത്തിയ പ്രചരണങ്ങളെ കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷമാണ് എന്നതുകൊണ്ട് ആവശ്യം പോലെ പിന്തുണച്ചവരാണ്. ചിലപ്പോൾ മൗനമായും ചിലപ്പോൾ വാചാലമായും പിന്തുണച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. എന്താ കാരണം? ഞങ്ങളോടുള്ള വിരോധം. ഇവിടെ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് അവർ സഹിക്കട്ടെ, അവരനുഭവിക്കട്ടെ എന്ന മനോഭാവം അതാണ് നിങ്ങൾക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു സമീപനം ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. അതെ, ഇവിടെ അതിലേക്ക് വരാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. ഞങ്ങൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് ഇവിടെ വേണ്ടത്ര പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല. ജലീൽ പറഞ്ഞു, EMSൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണല്ലോ മലപ്പുറം ജില്ല ഉണ്ടാക്കുന്നത്. ആ കാര്യത്തിൽ സന്തോഷമുണ്ട്. അത് എന്തായാലും ഇവിടെ നിരാകരിച്ചിട്ടില്ല. പക്ഷെ ബഹുമാന്യായ പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞു അതിൽ ഞങ്ങളും കൂടി ഉണ്ട് കേട്ടോ എന്നാണ്. അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ലല്ലോ, ഞങ്ങളത് നിഷേധിക്കുന്നില്ല. പക്ഷേ EMS മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അങ്ങനെ ഈൽഡ് ചെയ്യണ്ട, സമയം കുറയാതുണ്ട്, അതുകൊണ്ട് ഈൽഡ് ചെയ്യണ്ട, അങ്ങ് പറഞ്ഞോ. EMS മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ മന്ത്രിസഭയിൽ ഉണ്ടാവാനും മലപ്പുറം ജില്ല രൂപീകരണത്തിൽ ഒരവകാശവാദം ഇന്ന് ഉന്നയിക്കാനും കഴിയുന്ന സ്ഥിതി ഉണ്ടായത് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ പ്രശ്നം എന്താ? പിന്നീട് ലീഗിനെ നമ്മൾ കണ്ടത് എവിടെയാണ്? പിന്നീട് ലീഗിനെ കണ്ടത് ജില്ലാ വിരുദ്ധരുടെ വണ്ടിയിലാണ്. ആ ജില്ലാ വിരുദ്ധരുടെ വണ്ടിയിൽ കയറിപ്പോയി. ഇപ്പോഴും ആ ജില്ലാ വിരുദ്ധരുടെ വണ്ടിയിലാണ് ലീഗ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, കോൺഗ്രസ് എതിർത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രകോപിതരായിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്താ യാഥാർത്ഥ്യം? അവിടെ ഒരു പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. വഴിക്കടവിൽ നിന്നാണ് ആരംഭിച്ചത്. ആ ജാഥയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത മുതിർന്ന ആദരണീയനായ കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ്. നിഷേധിക്കാൻ പറ്റും?
ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു ജാഥയുടെ ക്യാപ്റ്റൻ. പിന്നെ ഒരാളാരായിരുന്നു, അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല, ശ്രീ MP ഗംഗാധരനാണ്. ഇവർ രണ്ടുപേരും ജില്ലാ രൂപീകരണത്തിനെതിരായി ജാഥ നയിച്ചവരാണ്. ആ കോൺഗ്രസിൻ്റെ കൂടെ നിന്നിട്ട് ലീഗ് ഞങ്ങളെ കല്ലെറിയാൻ വരികയാണോ? ആണോ? ഇനി വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറയാം സാർ. 1969 മാർച്ച് 6 തിരുവനന്തപുരം VJT ഹാളിൽ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ഒരു കൺവെൻഷൻ നടന്നു. ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് AB വാജ്പേയിയാണ്. അന്നത്തെ ജനസംഘത്തിൻ്റെ നേതാവായിട്ടുള്ള AB വാജ്പേയി. അതിൻ്റെ തുടർച്ചയായി മലപ്പുറം ജില്ലാ വിരുദ്ധ സമിതി എന്ന പേരിലൊരു സംഘടന രൂപീകരിച്ചു. ആ സംഘടനയുടെ രക്ഷാധികാരി ആരായിരുന്നു എന്നറിയാമോ? K. കേളപ്പനായിരുന്നു. കേളപ്പൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ലല്ലോ, കേളപ്പൻ കോൺഗ്രസ് ആയിരുന്നില്ലേ? ഇതൊക്കെ ചരിത്രത്തിൽ മായ്ച്ചു കളയാൻ കഴിയാത്ത വസ്തുതയാണ്. നിങ്ങൾ എത്ര മാധ്യമ പിന്തുണയോടുകൂടി ബഹളമുണ്ടാക്കിയാലും അസത്യങ്ങൾ പ്രചരിപ്പിച്ചാലും അതും ഇതും തമ്മിൽ ബന്ധം പറയാം. അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. പ്രതിപക്ഷ നേതാവ് ചരിത്രവും വർത്തമാനവും തമ്മിൽ എല്ലാ കാലത്തും ഒരു ബന്ധമുണ്ട്. നിങ്ങൾ സൗകര്യമുള്ളപ്പോൾ ചരിത്രത്തെ ഉദ്ധരിക്കും, സൗകര്യമുള്ളപ്പോൾ വർത്തമാനത്തിൽ മാത്രം സംസാരിക്കും, അല്ലെ, വർത്തമാനത്തിൽ നിന്നുകൊണ്ട് മാത്രം സംസാരിക്കും. അപ്പോൾ അതാണ് കോൺഗ്രസിൻ്റെ ചരിത്രം എന്നാണ് ഞാൻ പറഞ്ഞത്. ആരുടെ കൂടെ നിന്ന് എതിർത്തതിൻ്റെ ചരിത്രമാണ്? ആരാണ് എതിർത്തത്? ജനസംഘമാണ് എതിർത്തത് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ. അതിനാണ് വാജ്പേയി തിരുവനന്തപുരത്ത് വന്നത്. ആ ജനസംഘത്തിൻ്റെ കൂടെ നിന്ന് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർക്കാൻ നടന്ന് ചെരുപ്പ് തേഞ്ഞ 2 നേതാക്കളുടെ പേരാണ് ഞാൻ പറഞ്ഞത്, ആര്യാടൻ മുഹമ്മദും MP ഗംഗാധരനും. അല്ലേ? കാൽനട ജാഥ ഒരു മലപ്പുറം ജില്ലയുടെ അറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ നടക്കണമെങ്കിൽ ചെരുപ്പ് തേഞ്ഞ് കാണില്ലേ? ഇതെല്ലാം നിങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കാൻ വരരുത്. മലപ്പുറം ജില്ലയുടെ സൃഷ്ടാക്കൾ ഞങ്ങളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇടതുപക്ഷമാണ് മലപ്പുറം ജില്ലയുടെ സൃഷ്ടാക്കൾ എന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കണം. പിന്നെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാത്തിലേക്കൊന്നും പോകുന്നില്ല. സർ, പണ്ട് ഈ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ വലിയ പ്രചരണം സംഘപരിവാർ നടത്തിയല്ലോ. അന്നത്തെ സംഘപരിവാർ നടത്തിയപ്പോൾ ഒരു പ്രതികരണവും അന്ന് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഭാഗത്തുണ്ടായിരുന്നില്ല. കാരണം ഇതിനെതിരെ കാൽനട ജാഥയിലായിരുന്നു, ആ തിരക്കിലായിരുന്നു. എന്നാൽ ശരി, അപ്പോൾ ലീഗ് പറയുന്നത് കോൺഗ്രസിന്റെ ഭാഗത്ത് മാത്രം ഉണ്ടാവാത്തുള്ളൂ എന്ന് ഞാൻ അംഗീകരിക്കാം. അത് നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല. അന്ന് പുലിക്കോട്ടിൽ ഹൈദർ എന്ന വിഖ്യാതനായിട്ടുള്ള മാപ്പിളപ്പാട്ട് രചയിതാവ്, അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വരികൾ മലപ്പുറം ജില്ലയിൽ മുഴുവൻ അലയടിച്ചതാണ്. പാകിസ്ഥാനിൽ പോകൂല, പാകിസ്ഥാനികളാകൂല, പാകിസ്ഥാനിൽ അയക്കണം നിങ്ങളുടെ അപ്പരിപ്പും ഇനി വേവൂല. അതാണ് പാകിസ്ഥാനിൽ പോകൂല. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അറിയായിരിക്കും. പാകിസ്ഥാനികളാകൂല, പാകിസ്ഥാനിലേക്ക് അയക്കണം നിങ്ങളുടെ ആ പരിപ്പും ഇനി വേവൂല. എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്, അതുകൊണ്ട് ഞങ്ങളെ മലപ്പുറം ജില്ലാ വിരുദ്ധരും ഒരു സമുദായത്തിനെതിരാക്കി മാറ്റാനുള്ള ആ പരിപ്പും ഇനി വേവൂല എന്നാണ് പുലിക്കോട്ടിൽ ഹൈദർ പറഞ്ഞതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എല്ലാത്തിനും മറുപടിയുണ്ട്. അക്ഷമ കാണിക്കാതിരുന്നാൽ എല്ലാത്തിനുള്ള മറുപടിയുണ്ട്. ഓരോന്നിനും എണ്ണി പറയാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. സാർ, ഇനി സിദ്ദിഖ് ഒരു പഴയ സുഹൃത്താണ്, പഴയല്ല എപ്പോഴും സുഹൃത്താണ്, അതെ ഇപ്പോഴും സുഹൃത്താണ്, വിദ്യാർത്ഥി പ്രസ്ഥാന കാലം മുതൽ. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഈ മുൻഗണനാക്രമം ഒന്ന് മാറ്റി PR ഏജൻസിയെക്കുറിച്ച് പറയാം. സാർ, കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ നരേറ്റീവ് ഉണ്ടല്ലോ, ഇടതുപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ നയിക്കുന്ന, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇടതുപക്ഷത്തിന് തുടർഭരണം കിട്ടിയത്. ആ തുടർഭരണം സാധ്യമാക്കിയ മുഖ്യമന്ത്രിയെ നിങ്ങൾ എത്രമാത്രം ഭയപ്പെടുന്നുവെന്നും അതുകൊണ്ട് എത്രമാത്രം അദ്ദേഹത്തെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നുവെന്നും എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയപ്പെടാൻ ന്യായമുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ അത് തീർക്കാൻ നിങ്ങൾ സ്വീകരിക്കുന്ന വഴി ശരിയല്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ന്യായമായിട്ട് നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് ന്യായമായിട്ട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാം. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം ദ ഹിന്ദു പത്രം എടുത്തു. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് മാധ്യമങ്ങൾ അങ്ങോട്ട് വരുന്നതാണ്. അതിന് ധാരാളമായിട്ട് മാധ്യമങ്ങൾ വരികയാണ്, ദേശീയ മാധ്യമങ്ങൾ. ഞങ്ങളെല്ലാം MP-മാരായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അനുഭവമുണ്ട്. ദേശീയ മാധ്യമങ്ങളിലെ സുഹൃത്തുക്കൾ ഞങ്ങളെ സമീപിക്കാറുണ്ട്.
കേരള മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സമീപിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഹിന്ദുവിന് അഭിമുഖം കൊടുത്തത്. ആ ഹിന്ദു അഭിമുഖത്തിൽ അച്ചടിച്ചു വന്നപ്പോൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ വന്നു. പറയാത്ത കാര്യങ്ങൾ കേൾക്കൂ. മുഖ്യമന്ത്രിയുടെ അല്ല സാർ, ഞാൻ അങ്ങേ നോക്കി സംസാരിക്കാം. റണ്ണിംഗ് കമന്ററി അവിടെ നിന്ന് അതാണ് നല്ലത്. സാർ, ആ ഹിന്ദു പത്രം എന്താണ് ചെയ്തത്? അങ്ങേയറ്റം ഉയർന്ന മാധ്യമ ധാർമ്മികതയും അന്തസ്സും പുലർത്തിക്കൊണ്ട് ഒരു റിട്ടൺ ഡിനയൽ എന്ന് വെച്ചാൽ റിട്ടൺ ക്ലാരിഫിക്കേഷൻ അവരിറക്കി. അതിൽ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് ഹിന്ദു. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഇന്റർവ്യൂവിൽ വന്നത് തെറ്റാണ്, ഖേദം പ്രകടിപ്പിച്ചു ഹിന്ദു. അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമാണ്. കാരണം എന്താണെന്നറിയോ, സാധാരണ മിനിസ്റ്റർ ഇനി വഴങ്ങണ്ട, ഇത് സമയം കുറെ പോകുന്നുണ്ട്. ഇത് ചോദ്യോത്തരമല്ല. സ്റ്റേറ്റ്മെന്റ് മുഴുവൻ ഒന്ന് വായിക്കാൻ അദ്ദേഹം തയ്യാറാവും. ദിസ് എ റിക്വസ്റ്റ്, ദിസ് ഹംബിൾ റിക്വസ്റ്റ്. മിനിസ്റ്റർ പ്ലീസ് റീഡ് ഇറ്റ് കംപ്ലീറ്റ്ലി. മിനിസ്റ്റർ, ആ അഭിമുഖത്തിൽ പറഞ്ഞ നിങ്ങൾ വിവാദമാക്കിയ ഭാഗം മുഖ്യമന്ത്രി പറഞ്ഞതാണോ അല്ലയോ എന്നുള്ളതാണ്. അത് ഏറ്റവും ആധികാരികമായിട്ട് വ്യക്തമാക്കാൻ കഴിയുന്നത് ആർക്കാണ്? ഹിന്ദുവിനാണ്. ഹിന്ദു മാധ്യമ പ്രവർത്തനത്തിന്റെ ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അത് വ്യക്തമാക്കി. ഞങ്ങളുടെ ഭാഗത്ത് വന്ന തെറ്റാണ് എന്ന കാര്യം വ്യക്തമാക്കി. അത് ഞാൻ പറയാം, നിങ്ങൾക്കതിൽ പ്രയാസം എന്താണെന്നറിയാം. കാരണം ഞങ്ങൾക്കെതിരെ അനുനിമിഷം ബ്രേക്കിംഗ് ന്യൂസുകളായും അല്ലാതെയും ഒക്കെ തെറ്റായ വാർത്തകൾ, അസത്യപ്രചരണം ഇവിടെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾ ഒന്നുപോലും അവരിന്ന് വരെ തിരുത്തിയിട്ടില്ല കേട്ടോ, ഒന്നുപോലും തിരുത്തിയിട്ടില്ല. ആ പാവം ഓമനക്കുട്ടൻ എന്ന് പറയുന്ന ഒരു കർഷക തൊഴിലാളി, CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ, ദുരിതാശ്വാസ ക്യാമ്പിലെ ഓട്ടോറിക്ഷയ്ക്ക് 28 രൂപ കുറവ് വന്നപ്പോൾ അത് പിരിച്ചതിന് അയാളെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് അതുപോലും തിരുത്താത്തവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. അതുപോലും തിരുത്തിയിട്ടില്ല. അപ്പോൾ ആ മാധ്യമ പിന്തുണയിൽ നിങ്ങൾ അഭിരമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഹിന്ദുവിൻ്റെ തിരുത്തൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമായിരിക്കും. പിന്നെ സർ, മറ്റൊരു കാര്യം എന്താ, സർ, പിന്നൊരു പ്രചരണം എന്താണ്? പിന്നൊരു പ്രചരണം മലപ്പുറം ജില്ലയുടെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു. ആരാണ് ജില്ലയെ എതിർത്തത് എന്ന്, ജില്ലയെ എതിർത്തത് ആരാണ് എന്ന്. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നൊരു പ്രചരണം ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് ഈ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ മുഴുവൻ മർമ്മം അവിടെയാണ് ഇരിക്കുന്നത്. അതെന്താണ്? കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന പ്രതീതി ജനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. സർ, മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ മാത്രം ജില്ലയാണ് എന്നത് ആരുണ്ടാക്കിയ നെറേറ്റീവാണ്? ഇന്ത്യയിൽ RSSും സംഘപരിവാരവും ചേർന്നുണ്ടാക്കിയ നെറേറ്റീവല്ലേ? നിങ്ങൾ ആ നെറേറ്റീവിൻ്റെ വക്താക്കളായിട്ട് മാറുകയും അതിൻ്റെ പ്രചാരകരായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്. ഞങ്ങളൊരു ജില്ലയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെ അവിടെ താമസിക്കുന്ന മതവിഭാഗങ്ങളുടെ, സാമുദായിക വിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിലല്ല കാണുന്നത്. മനുഷ്യരെ മനുഷ്യരായിട്ടാണ് കാണുന്നത്. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അതാണ് അന്ന് അവരെ എതിർക്കാൻ പറഞ്ഞ കാരണം. മുസ്ലിങ്ങൾക്ക് ജില്ല ഉണ്ടാക്കിയെന്നാണ്, മുസ്ലിങ്ങൾക്ക് ജില്ല ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രചരിപ്പിച്ചത്. സർ, സാർ, അങ്ങ് പരിശോധിച്ചാൽ മതി. അങ്ങ് പരിശോധിക്കുന്നുണ്ട്, എനിക്ക് യാതൊരു വിരോധമില്ല. സാർ, ഇവിടെ KT ജലീൽ പറഞ്ഞല്ലോ, KT ജലീൽ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, RSSനെ കുറിച്ചാണല്ലോ നിങ്ങളിപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. വിചാരധാരയിൽ അധ്യായം 19 ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ഒന്നാമത്തെ ആഭ്യന്തര ശത്രു മുസ്ലിങ്ങൾ. അധ്യായം 20 രണ്ടാമത്തെ ആഭ്യന്തര ശത്രു ക്രിസ്ത്യാനികൾ. അധ്യായം 21 മൂന്നാമത്തെ ആഭ്യന്തര ശത്രു കമ്മ്യൂണിസ്റ്റുകാർ. ഞങ്ങളതിൽ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. RSSന് എക്കാലത്തും അവരുടെ പ്രഖ്യാപിത ശത്രുക്കളാണ് ഞങ്ങൾ എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കിന്ന് വരെ ഗോൾവാൾക്കറുടെ
ഛായാപടത്തിന്റെ മുമ്പിൽ പോയി നിന്ന് കൈകൂപ്പി വണങ്ങണം എന്ന് തോന്നാത്തത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെയും ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെയും ചിത്രം കാണാൻ കഴിയില്ല. കാരണം എന്താ അറിയാമോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 218 പേരുടെ ജീവനാണ് കൊടുത്തത് RSSന് ചെറുക്കാൻ. ഈ കേരളത്തിൽ 218 പേരുടെ ജീവനാണ്. ഞങ്ങളുടെ DNA-യിലുള്ളത് RSSനും സംഘപരിവാരത്തിനും എതിരായിട്ടുള്ളതാണ് ഞങ്ങളുടെ DNA. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ അതല്ല. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്, അല്ല തടസ്സപ്പെടുത്തണ്ട. നിങ്ങൾ ആവശ്യപ്പെട്ട ചർച്ചയ്ക്കാണ് ഞാൻ മറുപടി പറയുന്നത്. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഫോട്ടോ. പ്ലീസ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഉന്നയിച്ച ആക്ഷേപം എന്താ? അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയ വിമർശനമാണ്, ഗൗരവമായ രാഷ്ട്രീയ വിമർശനമാണ്. ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത് അദ്ദേഹം നിലവിളക്ക് കൊടുത്തി കൈകൂപ്പി നിൽക്കുന്ന പടം ഇവിടെ ഉയർത്തി കാണിച്ചു. അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി, എൻ്റെ ഇന്നയാൾക്ക് ബാഡ്ജ് കുത്തി കൊടുക്കുന്ന പടമുണ്ട്, പിന്നെ വേറെ ആളെ കണ്ട പടമുണ്ട് എന്നൊക്കെയാണ്. ഇവിടെ വേറെയും പടങ്ങളുണ്ട്. ഒന്ന്, അദാനിയുമായി ആന്റണിയും കരുണാകരനും ചർച്ച നടത്തി. പടമുണ്ട് കേട്ടോ, പടം, വാർത്ത മാത്രമല്ല. അദ്വാനി ക്ഷമിക്കണം, അദ്വാനി. ഇതെല്ലാം ചെറിയ വകഭേദം മാത്രമല്ലേ ഉള്ളൂ. അദ്വാനിയും ആന്റണിയുമായി ചർച്ച നടത്തി. ഇനി വേറൊരു പടം കാണിക്കാം. വേറൊരു പടം, LK അദ്വാനി, K കരുണാകരൻ, KG മാരാർ, O രാജഗോപാൽ. ഇതാ വേറൊരു പടം. പടങ്ങളെല്ലാം ധാരാളമുണ്ട്. ഇനി പടത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പ്രതിപക്ഷ നേതാവ് എൻ്റെ പടത്തിന് പകരം വേറെ പടങ്ങളുണ്ടെന്നാണല്ലോ പറയുന്നത്. വേറെ കുറേ പടങ്ങളാണ് ഞാനിവിടെ കാണിച്ചത്. സർ, 2013 മാർച്ചിൽ സംഘപരിവാറിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചതിൻ്റെ വാർത്ത ജന്മഭൂമി കൊടുത്തതാണ് ഞാനിവിടെ ഉദ്ധരിക്കുന്നത്. തലക്കെട്ടിതാണ്, നാട് കപട മതേതരത്വത്തിൻ്റെ പിടിയിൽ VD സതീശൻ. ജന്മഭൂമി. ഇതാ ഞാൻ പറയാം, ഞാൻ മുഴുവൻ വായിക്കാതെ. കപട മതേതരത്വത്തിൻ്റെ പിടിയിലാണ് നമ്മുടെ നാടെന്ന് VD സതീശൻ MLA. ഞാൻ പറയാം, ഇതൊന്ന് വായിക്കട്ടെ. ഞാൻ പത്രവാർത്തയല്ലേ വായിക്കുന്നത്. മിനിസ്റ്റർ, സമയം. സർ, അല്ല, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉന്നയിച്ചതല്ലേ സർക്കാരിനെതിരെ. സമയം. കപട മതേതരത്വത്തിന്റെ പിടിയിലാണ് നമ്മുടെ നാടെന്ന് VD സതീശൻ MLA അഭിപ്രായപ്പെട്ടു. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞാൽ ബാലൻസിങ്ങിനായി മറ്റു മതങ്ങളിലെ കേന്ദ്ര കഥാപാത്രങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ തിരസ്കരിക്കപ്പെടുകയോ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കപ്പെടുകയോ ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രാസംഗികർ പലപ്പോഴും ഒരാളെക്കുറിച്ച് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഉദ്ധരണികളിലേക്ക് പോകേണ്ട ഗതികേടിലാണ്. സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും എന്ന പുസ്തകത്തിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞില്ല. അതിലാരൊക്കെയാണ് സംസാരിച്ചത്? അതിന് പിന്നെ പറയുന്നു, പുതിയ രാഷ്ട്രീയത്തിൽ കൃത്യത കുറവാണെന്നും അതുകൊണ്ട് തന്നെ പലപ്പോഴും ദുരൂഹത ഉണ്ടാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. RSS അഖില ഭാരതീയ സഹപ്രചാർ പ്രമുഖ് ജെ നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയ വിചാര കേന്ദ്രം തൃശ്ശൂർ ജില്ലാ സമിതി സംഘടിപ്പിച്ച ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ M മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. അതിനെക്കുറിച്ചുള്ള കുറിച്ച് ഈ പരമേശ്വരൻ എഴുതിയ പുസ്തകം കേരളത്തിൽ 5 സ്ഥലത്ത് റിലീസ് ചെയ്തു. സംസ്ഥാന തലത്തിൽ ഞാൻ തൃശ്ശൂരിൽ റിലീസ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞ വാചകങ്ങൾ അല്ല പറഞ്ഞു. തിരുവനന്തപുരത്ത് അത് റിലീസ് ചെയ്തായിരുന്നതിനോ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. പടമാണ് അതിൻ്റെ അവിടെ ഭാരതീയ വിചാര കേന്ദ്രം, വിവേകാനന്ദ കേന്ദ്രം, സ്വാമി വിവേകാനന്ദനും പ്രബുദ്ധ കേരളവും. താങ്കൾ ഈ പറഞ്ഞ മുഴുവൻ ആളുകൾ ഇതിൻ്റെ അകത്തുണ്ട്. എന്നെ ഈ പുസ്തകം റിലീസ് ചെയ്യണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന നിങ്ങളുടെ സഹയാത്രികനായ MP വീരേന്ദ്രകുമാറാണ്. കാരണം ഞാനും അദ്ദേഹവും കൂടി ഒരു യാത്രയിൽ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു VS അച്യുതാനന്ദൻ. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു VS അച്യുതാനന്ദനാണ് തിരുവനന്തപുരത്ത്. എനിക്ക് വലിയ പ്രിവിലേജായി അന്ന്. ഞാനൊരു സാധാരണ MLA. VS അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് റിലീസ് ചെയ്ത പുസ്തകം ഞാൻ തൃശ്ശൂർ റിലീസ് ചെയ്തതാണ് ഈ പറയുന്നത്. യെസ് മിനിസ്റ്റർ, ഇനി സമയം പോക്കണ്ട മിനിസ്റ്റർ, ഇനി ഈൽഡ് ചെയ്യണ്ട, സമയം പോക്കണ്ട, സമയം ഒരുപാടായി. ഞാൻ പറയാം. സമയം ഒരുപാടായി. ഞാൻ പറയാം.
സാർ, ഈ പുസ്തകം ബാക്കി അദ്ദേഹം പറയട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത്രമാത്രം പറഞ്ഞത്. സർ, ഈ പുസ്തകം ആദ്യം പ്രകാശനം ചെയ്തത് ആരാ? 2013 മാർച്ച് 14 പുസ്തകം ആദ്യം പ്രകാശനം ചെയ്തത് KC ജോസഫാണ്. സാംസ്കാരിക മന്ത്രി ശ്രീ KC ജോസഫാണ് ആദ്യം പ്രകാശനം ചെയ്തത്. അപ്പോ ഇനി സ്വാഭാവികമാണ് അസ്വസ്ഥരാകുന്നത്. വസ്തുതകളാണല്ലോ പറയുന്നത്. സർ, പ്രശ്നം എന്താണ്? നാട് കപട മതേതരത്വത്തിന്റെ പിടിയിൽ എന്ന പ്രസ്താവനയാണ് സർ ഏറ്റവും അപകടകരമായത്. സർ, VS അതിനിശ്ചിതമായ വിമർശനമാണ് അവിടെ നടത്തിയത്. ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാം. പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് KC ജോസഫിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് VS നടത്തിയ പ്രസംഗമുണ്ട്. സംഘപരിവാറിനെതിരായിട്ട് അവരെ പിച്ചി ചീന്തുന്ന, അവരുടെ ദർശനത്തെ തുറന്നു കാണിക്കുന്ന പ്രസംഗമാണ് നടത്തിയത്. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, VSന്റെ ഇംഗ്ലീഷ് സാർ, ഇത് പ്ലീസ് അങ്ങ് അവർ സംസാരിക്കട്ടെ പ്ലീസ്. VSന്റെ പ്രസംഗത്തിന് തലക്കെട്ട് ഞാൻ പറയാം. VSന്റെ പ്രസംഗത്തിന്റെ തലക്കെട്ട് ഞാൻ പറയാം. RSS stands for portraying Swami Vivekananda as pioneer of Hindutva. പിന്നെ അച്യുതാനന്ദൻ takes a dig at RSS at its cultural forum. മനസ്സിലായോ? അതാണ് അവരുടെ പരിപാടിയിൽ പോയി അവരെ അതിനിശ്ചിതമായി വിമർശിച്ചു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. 2, CPIM ലീഡർ അച്യുതാനന്ദൻ takes a dig at RSS on Vivekananda. India TV ന്യൂസ് മലയാളം വാർത്താ ലിങ്ക്. വിവേകാനന്ദനെ RSS ഹിന്ദുത്വത്തിൽ തളച്ചിടാൻ ശ്രമിക്കുന്നു VS. മനസ്സിലായോ? ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് പറയണമേ. ഞാൻ അതാ പറഞ്ഞത്. കപട മതേതരത്വത്തിന്റെ പിടിയിലാണ് എന്നല്ല VS പറഞ്ഞത്. അതാണ് വ്യത്യാസം. ഇനി ഇതിപ്പോ 2013 കാര്യമാണ്. 2006 ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് പറവൂർ മനക്കപ്പടി സ്കൂളിൽ വെച്ച് മതഭീകരവാദത്തെ പറ്റി നടന്ന അന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത് ബഹുമാനപ്പെട്ട ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. സർ, നമുക്ക് ഒരു പുസ്തക പ്രകാശന ചടങ്ങ് പോലെയാണോ സംഘപരിവാർ മതഭീകരവാദത്തെ കുറിച്ച് പരിപാടി നടത്തുക? അതും ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി. എന്താണ് സർ ഗോൾവാൾക്കർ പറഞ്ഞിട്ടുള്ളത്? ഗോൾവാൾക്കർ പറഞ്ഞിട്ടുള്ളത് ലീഗുകാർ ശ്രദ്ധിച്ച് കേൾക്കണം. അതെ, ലീഗ് ശ്രദ്ധിച്ച് കേൾക്കണം. ജർമ്മനി വംശശുദ്ധീകരണത്തിന്റെ ഒരു മികച്ച പാഠമാണ്. അത് ഏത് കാര്യവും പറയും നിങ്ങൾ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടുപക്ഷവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങളല്ലേ ആക്രമിച്ചത്? നിങ്ങളല്ലേ RSSന്റെ പേരിൽ ഞങ്ങളെ ആക്രമിച്ചത്? അങ്ങ് 25 മിനിറ്റ് സംസാരിച്ചിന്. ഇല്ല, ബഹളം ഉണ്ടാക്കിയില്ല. ചെയർ ഇടപെട്ടിട്ടില്ല. അങ്ങനെ പറയരുത്. യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, സമയം എക്സീഡ് ചെയ്യുന്നുണ്ട്. പ്ലീസ് സാർ, സമയം എക്സീഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പഴയ കാര്യമല്ല. യെസ് പ്ലീസ് സാർ, നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യാതിരുന്ന വേഗം തീരും. ഇതിലെനിക്ക് അത്ഭുതമില്ല സാർ. ഞാനിത് പ്രതീക്ഷിച്ചതാണ്. കുറച്ച് പൊള്ളുമെന്നുള്ളത് അറിയാമായിരുന്നു. ഇത് അവർക്ക് താങ്ങാൻ കഴിയാത്തതാണ് ഈ വസ്തുതകളും സത്യങ്ങളും ഒക്കെ. ആ ഗോൾവാൾക്കറുടെ ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ആരും പാലിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് 25 മിനിറ്റ് സംസാരിച്ചിന്. യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പ്ലീസ് സാർ, സമയത്തിന്റെ കാര്യം അങ്ങേക്ക് അറിയാമല്ലോ, ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് വംശശുദ്ധീകരണത്തിന്റെ ജർമ്മൻ മാതൃക ഹിന്ദുസ്ഥാന് പഠിക്കാനും പ്രയോജനപ്പെടുത്താനും ഉള്ളതാണ് എന്ന് പറഞ്ഞ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദിയിലാണ് പ്രതിപക്ഷ നേതാവ് പോയി പ്രസംഗിക്കുന്നത്. കപട മതേതരത്വത്തിന്റെ പിടിയിലാണ് എന്ന്. ഇനി നമുക്ക് ഇഷ്ടം പോലെ ജന്മഭൂമി കോട്ട് ചെയ്തുകൊണ്ട് പറയാണ്. ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാൻ ഹിന്ദുവും ഹിന്ദുത്വയും രണ്ടാണ് എന്ന് തന്നെയാണ് പ്രസംഗിച്ചിട്ടുള്ളത്. അച്യുതാനന്ദൻ പ്രസംഗിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ നിലപാടാണ് വിവേകാനന്ദനായിട്ട് സംസാരിച്ചത്. തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി, തെറ്റായ കാര്യങ്ങളാണ്.
ഞാൻ പറഞ്ഞതിന് പറയാ, പിണറായി വിജയൻ RSSന്റെ പിന്തുണയോടുകൂടി 1977 MLA ജയിച്ചു വന്ന പിന്തുണയില് അത് പറ. അത് പറയാനിരിക്കുകയാണല്ലോ സാർ. പ്രതിപക്ഷ നേതാവിനെതിരെ 11 കൊല്ലം മുമ്പ് പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചതായി ജന്മഭൂമി കൊടുത്ത ഈ വാർത്ത ഉണ്ടായിട്ട് ഇന്ന് വരെ അദ്ദേഹം കേസ് കൊടുത്തതായിട്ട് നമുക്കാർക്കും അറിയില്ല. ഇന്ന് വരെ കേസ് കൊടുത്തതായിട്ട് അറിയില്ല. ഇത്രയും ഗുരുതരമായിട്ടുള്ള കാര്യം വന്നിട്ട് അദ്ദേഹത്തിന് ഒരു പരാതിയുമില്ല എന്നുള്ളത് വിചിത്രമാണ്. പിന്നെ മുഖ്യമന്ത്രി RSSന്റെ വോട്ട് വാങ്ങി ജയിച്ചു എന്നാണ് പറയുന്നത്. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് വലിയ മുന്നേറ്റമാണല്ലോ രാജ്യത്താകെ ഉയർന്നു വന്നത്. ഇന്ത്യയുടെ നാവിനും ചിന്തയ്ക്കും വിലങ്ങിട്ട ഇരുണ്ട നാളുകളായിരുന്നു. അതിനെതിരെ വലിയ മുന്നേറ്റം ഉയർന്നു വന്നു. അതിൽ ജനസംഘം പിരിച്ചുവിട്ട് ജനതാ പാർട്ടി ലയിക്കുകയാണ് ചെയ്തത്. അന്ന് ജനസംഘമില്ല, ജനതാ പാർട്ടിയാണുള്ളത്. അന്ന് ജനതാ പാർട്ടിയുടെ ചിഹ്നം കലപ്പയേന്തിയ കർഷകനാണ്. ആ മുഖ്യ പ്രതിപക്ഷമായ ജനതാ പാർട്ടിയുമായിട്ട് ദേശീയ തലത്തിൽ സഹകരിച്ചിട്ടുണ്ട്, ജനസംഘവുമായിട്ട് സഹകരിച്ചിട്ടില്ല. സഹകരിക്കാൻ ജനസംഘം വന്നില്ല. പിന്നെ ഏതായാലും കോൺഗ്രസ് സുഹൃത്തുക്കൾക്ക് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് അവിടെ ഇരുന്ന് ആംഗ്യവിക്ഷേപങ്ങളുമായി പുച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാർ, KPCC പ്രസിഡന്റ്, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് അന്ന് സംഘടനാ കോൺഗ്രസിലാണ്. സംഘടനാ കോൺഗ്രസ് ജനതാ പാർട്ടിയിൽ ലയിച്ചപ്പോൾ അന്ന് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റും ജനതാ പാർട്ടിയുടെ ഭാഗമായി. അടിയന്തരാവസ്ഥയുടെ കാലത്ത് K. സുധാകരൻ എന്നയാൾ, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്, ജനതാ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. ഇനി 77 KG മാരാർ ഉദുമയിൽ മത്സരിച്ചല്ലോ. ഉദുമയിൽ മത്സരിച്ചപ്പോൾ ഇന്നത്തെ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു. അതായത് LK അദ്വാനി, വാജ്പേയി, K. സുധാകരൻ എന്നിവരെല്ലാം അന്ന് ഒരേ പാർട്ടിയിലാണ്, ജനതാ പാർട്ടിയിലാണ്. സർ, വേറൊരു നുണപ്രചരണം ഞാൻ പിൻവലിക്കുന്നു. സത്യവിരുദ്ധ പ്രചരണം. ബഹുമാനായ മാത്യു ടി തോമസ് തിരുത്തിയത് ഞാൻ മാനിക്കുന്നു. സത്യവിരുദ്ധ പ്രചരണമുണ്ട്. 77 ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ KG മാരാരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹിയായിരുന്നു എന്നാണ് ഇവർ ആസൂത്രിതമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. സർ, ആ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിലെ സ്ഥാനാർത്ഥിയാണ്, CPIMന്റെ സ്ഥാനാർത്ഥിയാണ് പിണറായി വിജയൻ. എങ്ങനെയാണ് അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹിയാവുക? ഒരു കാര്യം കൂടി, അത് പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 1979 കേരളത്തിൽ 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 79 കാസർഗോഡ്, തലശ്ശേരി, തിരുവല്ല, പാറശാല ഈ 4 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അന്നാണ് EMSന്റെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള പ്രസംഗമുണ്ട്. എന്താണെന്നറിയോ? RSSകാരൻ്റെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നതാണ് സഖാവ് EMS അന്ന് പ്രഖ്യാപിച്ചത്. അത് അന്നും പറയും, ഇന്നും പറയും, എന്നും പറയും. അത് പറയാൻ കേൾപ്പുള്ള ഒരു പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. അത് ഇടതുപക്ഷമാണ്. ഇവിടെ സർ, സംസാരിച്ചോ? 80 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് O. രാജഗോപാലായിരുന്നു. അന്ന് കോൺഗ്രസ് ആർക്ക് വേണ്ടിയാണ് വോട്ട് പിടിച്ചത്? O. രാജഗോപാലിന് വേണ്ടിയാണ് വോട്ട് പിടിച്ചത്. CPIMലെ രാമണ്ണറെ 73,587 വോട്ടിനാണ് അന്ന് രാജഗോപാലിനെ, നിങ്ങളുടെ പൊതു സ്ഥാനാർത്ഥിയെ, തോൽപ്പിച്ചത്. സർ, KPCC പ്രസിഡന്റ്, ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം എടക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. എപ്പോ? ജനതാ പാർട്ടിയുടെ ആളായിട്ട്. പെരിങ്ങാളത്ത് അന്ന് മത്സരിച്ച ആൾ ഇവിടെ ഇരിപ്പുണ്ട്. LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളുണ്ട്. അപ്പൊ KPCC പ്രസിഡന്റ് ഈ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ നിങ്ങളുടെ KPCC പ്രസിഡന്റ്. അതുകൊണ്ട് ആ ആരോപണവും ഞങ്ങൾക്ക് നേരെ വരില്ല, തിരിഞ്ഞ് നിങ്ങൾക്ക് നേരെ തന്നെയാണ് കുത്തുക എന്നോർക്കണം. പിന്നെ
ഇനി ഒരു കാര്യം പറയാം. പാലക്കാട്ട് 1971 നിങ്ങൾ കേൾക്കണം ഇതൊക്കെ. 1971 സഖാവ് AKG പാലക്കാട്ട് നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കുകയാണ്. ആരാണ് നിങ്ങളുടെ പൊതു സ്ഥാനാർത്ഥി എന്നറിയാമോ? പൊതു സ്ഥാനാർത്ഥി പ്രൊഫസർ TC ഗോവിന്ദൻ, വിക്ടോറിയ കോളേജിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം RSS പ്രചാരകനായിരുന്നു. കോൺഗ്രസിന്റെയും ലീഗിന്റെയും അതുപോലെ തന്നെ RSSന്റെയും പൊതു സ്ഥാനാർത്ഥി. ഞാൻ പേര് വെച്ചല്ലേ പറഞ്ഞു, പ്രൊഫസർ TC ഗോവിന്ദൻ. EMSനെതിരെ പൊതു സ്ഥാനാർത്ഥിയെ RSS സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ച കാര്യം പറഞ്ഞല്ലോ. പിൻവലിപ്പിച്ച കാര്യം പട്ടാമ്പിയിൽ. ചരിത്രം കുറച്ച് പഠിക്കുന്നത് നല്ലതാണ്. അപ്പോ ഇനിയും ഉദാഹരണങ്ങൾ പറയാം. ഇനിയും ഉദാഹരണങ്ങൾ പറയാം. RSSനെ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചവരാണ് നിങ്ങളുടെ പാർട്ടി. എപ്പോഴാണെന്നറിയോ? 1949 ഒക്ടോബർ 7 വിദേശത്തായിരുന്ന നെഹ്റുവിന്റെ അഭാവത്തിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി എടുത്ത തീരുമാനം എന്താണെന്നറിയോ? RSS പ്രവർത്തകർക്ക് കോൺഗ്രസിൽ അംഗത്വം കൊടുക്കാനാണ്. 48 ഒക്ടോബർ 27 നവംബർ 7 നെഹ്റു തിരിച്ചെത്തിയപ്പോൾ തിരുത്തി. അതായത് നെഹ്റുവിന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ RSSനെ വിളിച്ച് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ച ആൾക്കാരാണ് നിങ്ങൾ. ഞാനീ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, പ്ലീസ്, 1 മണിക്കൂറായി. ഞാൻ അവസാനിപ്പിക്കാം. അല്ല സർ, ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറയണ്ടേ? സമയത്തിനുള്ളിൽ അല്ല, ആരോപണങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിവിടുക, മറുപടി പറയുമ്പോൾ തടസ്സപ്പെടുത്തുക എന്നതാണോ സർ? ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ DNA-യിലുള്ളത് RSS വിരുദ്ധതയാണ് എങ്കിൽ നിങ്ങളുടെ DNA-യിലുള്ളത് RSSും ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ടുള്ള വിധേയത്വമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്ന് തുടങ്ങിയതാണ് എന്നോർക്കണം. ആരാണ് ഗാന്ധി മതത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട RSSന്റെ നിരോധനം പിൻവലിച്ചത്? പട്ടേലും ഗോൾവാൾക്കറും തമ്മിലുള്ള ഒത്തുതീർപ്പായിരുന്നില്ലേ? ആരാണ് RSSന് നിരോധനം നീക്കി RSSന് ഗണവേഷത്തിൽ കാക്കി ട്രൗസറും വെള്ള ഷർട്ടുമായി റിപ്പബ്ലിക് ദിന പരേഡിൽ നിരത്തി അവർക്ക് മാന്യതയുണ്ടാക്കി കൊടുത്തത് നെഹ്റു ഗവൺമെന്റ് ആയിരുന്നില്ലേ? ഈ ചരിത്രത്തിന്റെ ഈ പാപക്കറ മുഴുവൻ പുരണ്ട കൈകളുമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നത്. ഈ പാപക്കറ മുഴുവൻ പുരണ്ട കൈകൾ അത് നിങ്ങളുടെ കൈകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നത്. സർ, ഒരു കാര്യം ഇവിടെ പറയാതെ പോയാൽ അത് പറഞ്ഞില്ല എന്ന് പിന്നെ പറയും. അത് കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് കേസ് സംബന്ധിച്ചാണ്. സർ, ആരാ പരാതി കൊടുത്തത്? പരാതി കൊടുത്തത് LDF സ്ഥാനാർത്ഥി VV രമേശനാണ്. സർ, കെ സുരേന്ദ്രനെതിരെ മത്സരിച്ച് ജയിച്ചു വന്ന ഒരാൾ ഈ സഭയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹത്തിന് ഒരു പരാതി ഉണ്ടായിട്ടില്ല. കൈക്കൂലി കൊടുത്തതിൽ, മൊബൈൽ ഫോണും 2.5 ലക്ഷം രൂപയും കൊടുത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ പിൻവലിപ്പിച്ചതിൽ, ഈ തിരഞ്ഞെടുപ്പ് അഴിമതി നടത്തിയതിൽ ഒരു പരാതിയും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നോർക്കണം. ഇവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് പരാതി കൊടുത്ത ഞങ്ങൾക്ക് നേരെ നിങ്ങൾ വിരൽ ചൂണ്ടുകയാണോ? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയല്ലേ പരാതി കൊടുത്തത്? ഈ വസ്തുതകളെല്ലാം വരുമ്പോ നിങ്ങൾക്ക് ബഹളമുണ്ടാക്കുകയല്ലാതെ വേറൊരു മാർഗവുമില്ല. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇന്ന് ഇത് വരുമെന്ന് അറിയുന്നതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ കാണുന്നില്ല ഇവിടെ. സാർ, പിന്നെ പലതരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ, വ്യക്തിഹത്യയാണല്ലോ കേരളത്തിൽ UDF അവരുടെ ആയുധമായിട്ട് എല്ലാ കാലത്തും ഉപയോഗിച്ചിട്ടുള്ളത്. ആ വ്യക്തിഹത്യക്ക് ഇരയാവാത്തവരായിട്ടുള്ള ഇടതുപക്ഷ നേതാക്കൾ ചുരുക്കമാണ്. കഴിഞ്ഞ കുറേ കാലമായി നിങ്ങൾ നിരന്തരം വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്, വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. ചിലർക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ളൊരു മാർഗം അതാണ്. കാരണം മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ വാർത്ത കിട്ടും, പ്രാധാന്യം കിട്ടും. അപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ വലിയ പടമൊക്കെ വരും. അപ്പോൾ നേതാവായി വരും. അപ്പോൾ നിങ്ങൾക്കൊക്കെ നേതാവായിട്ടൊന്ന് ശ്രദ്ധ പിടിച്ചു പറ്റണമെങ്കിൽ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ദിവസം 3 നേരവും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കണം എന്നതാണ് സ്ഥിതി. ആ അധിക്ഷേപം ഇവിടെ തുടരുകയാണ്.
ആ അധിക്ഷേപം ഇവിടെ തുടരുകയാണ്. ഇത് എത്ര കാലമായി സർ തുടങ്ങിയിട്ട്? എത്ര കാലമായി നിങ്ങൾ ഈ പ്രചരണം തുടങ്ങിയിട്ട്? ഞാൻ ഇന്നലെ ഇവിടെ ഒരു പരാമർശം ഉണ്ടായല്ലോ, ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഒരു പരാമർശമുണ്ടായി. നിങ്ങൾ നിയമത്തിന്, സത്യത്തിന്, വസ്തുതകൾക്ക് പുല്ല് വിലയെങ്കിലും കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രചരണം അവസാനിപ്പിക്കണ്ടേ? ഇപ്പം SNC ലാവ്ലിൻ കേസിൻ്റെ പേരിൽ നിങ്ങളുടെ സംസ്ഥാന ഗവൺമെൻറ്, നിങ്ങളുടെ അധികാരത്തിലുള്ളപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്, നിങ്ങൾ അധികാരത്തിലിരുന്നപ്പോൾ ഉണ്ടായ കേന്ദ്ര സർക്കാർ, ഇവരെല്ലാം എന്തെല്ലാം നടത്തി? എന്നിട്ട് എന്തായി? അവസാനം ഹൈക്കോടതി പറഞ്ഞത്, വിചാരണ കോടതി വിചാരണയ്ക്ക് തന്നെ യോഗ്യമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കേസ്. ആ കേസിൽ ഹൈക്കോടതി പറഞ്ഞു, ഒന്ന് വായിക്കാം. എ പേഴ്സൺ ഹാവിംഗ് എ മോഡിക്കം ഓഫ് ലോ ഇൻ ഹിസ് cranium cannot accept such an absurd proposition propounded by the prosecution, and the prosecution cannot be permitted to project such an absurd proposition in support of its case. മലയാളം പറയാം. സ്വബുദ്ധിയിൽ നിയമത്തെപ്പറ്റി ലവലേശ ധാരണയെങ്കിലുമുള്ള ഒരു വ്യക്തിക്ക് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച യുക്തിരഹിതമായ വാദങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല. ആർക്കെതിരെ? പിണറായി വിജയനെതിരെ. ഈ കേസിന് ആധാരമായി ഇത്തരം യുക്തിരഹിതമായ വാദങ്ങളുമായി മുന്നോട്ട് പോകാൻ പ്രോസിക്യൂഷനെ അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സ്വബുദ്ധിയുള്ള ഒരാൾക്കും നിയമത്തെക്കുറിച്ച് പ്രാഥമിക ധാരണയെങ്കിലുമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത വാദങ്ങളുമായിട്ടാണ് പ്രോസിക്യൂഷൻ വന്നത് എന്ന് പറഞ്ഞാണ് ചവറ്റുകൊട്ടയിലേക്ക് അത് വലിച്ചെറിഞ്ഞത്. ഇപ്പോഴും നിങ്ങൾ പറയുകയാണ്, നിങ്ങളിപ്പോഴും നിന്ന് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇവിടെ എനിക്ക് തോന്നുന്നു നന്ദകുമാറാണ് പറഞ്ഞത് എന്ന് തോന്നുന്നു, അടിയന്തരാവസ്ഥയിൽ അവർ ഒരുമിച്ച് ജയിലിൽ കടന്നതാണ്. ലോക്കപ്പിലിട്ട് മർദ്ദിച്ചപ്പോൾ നീ എന്താടാ വീഴാത്തത് എന്ന് പോലീസ് ചോദിച്ചത്രേ. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കൂടെ ജയിലിൽ കടന്ന ആൾ അടിയന്തരാവസ്ഥയിൽ. അതുപോലെ ഇപ്പൊ പലരും ചോദിക്കുന്നത്, ഞങ്ങൾ ഈ 10-20 കൊല്ലമായി നിന്ന് എറിഞ്ഞു വീഴ്ത്താൻ നോക്കിയിട്ടും നീ എന്താണ് വീഴാത്തത് എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഗുട്ടൻസ് ഒക്കെ നമുക്കറിയാം. കാരണം ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ തുടർഭരണത്തിന് കാരണക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെ നിങ്ങൾ ടാർണിഷ് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ട് എത്ര കൊല്ലമായി? ഒറ്റക്കാര്യം ആലോചിച്ച പോരെ? 1/4 നൂറ്റാണ്ടായിട്ട് നിങ്ങൾ ഈ ശ്രമം നടത്തിയിട്ട് വിജയിച്ചു. ഇപ്പം വലിയ സന്നാഹങ്ങളുണ്ട്. PR ഏജൻസിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ ഒരു PR ഏജൻസി ഉണ്ടല്ലോ. ആ PR ഏജൻസിയുടെ ഉടമയെ കൊണ്ടുവന്ന് KPCCയുടെ യോഗത്തിലിരുത്തിന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? എന്ന് പറഞ്ഞാൽ PR ഏജൻസിക്കാരൻ പറഞ്ഞു തരുന്ന ബുദ്ധിയും കുബുദ്ധിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളെക്കുറിച്ച് പറയുന്നത്, PR ഏജൻസിയുടെ കാര്യം പറയുന്നത്. സ്വന്തം പാർട്ടിയുടെ യോഗത്തിൽ ആരാണ് ഈ PR ഏജൻസിക്കാരൻ? നേരത്തെ മറ്റു പലരുടെയും കൂടെ ഉണ്ടായിരുന്ന ആളാണ്. സ്വന്തം പാർട്ടിയുടെ യോഗത്തിൽ വിളിച്ചു വരുത്തിയിട്ടുള്ള ആളുകൾ 3 കോടി രൂപ കൊടുക്കുന്നു എന്നാണ് ഓരോ മാസവും. എവിടെ നിന്നാണ് ഈ പണം കൊടുക്കുന്നത്? ആരാണ് കൊടുക്കുന്നത്? ഏത് അക്കൗണ്ടിൽ നിന്നാണ് കനഗോലുവിന് നിങ്ങൾ ഈ പണം കൊടുക്കുന്നത്? ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയെ വിലക്കെടുത്ത് ആ ഏജൻസിയുടെ സന്നാഹത്തോടെ, മാധ്യമ സന്നാഹത്തോടുകൂടി ഇടതുപക്ഷത്തിനെതിരായി അസത്യ പ്രചാരണങ്ങളുടെ ബോംബ് വർഷം അനുനിമിഷം നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതിനെല്ലാം കിട്ടുന്ന പണം എവിടെ നിന്നാണ്? ജനങ്ങളോട് സമാധാനം പറയേണ്ടി വരും നിങ്ങൾക്ക്. സർ, ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. എന്തെല്ലാം നുണകൾ ഉണ്ടായിട്ടുണ്ട് സർ. കോടതി പോയിട്ടില്ലേ? ഇവരുന്നയിച്ച ഒരുപാട് കാര്യങ്ങളില്ലേ? K-ഫോൺ എന്തായി സർ? ആ K-ഫോൺ കേസിലാണ് പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റോ എന്ന ചോദ്യമുണ്ടായത്. AI ക്യാമറ എന്തെല്ലാമാണ് AI ക്യാമറയ്ക്കെതിരെ എത്ര സംഭ്രമജനകമായ കഥകളും പരമ്പരകളുമാണ് സൃഷ്ടിച്ചത്? എന്തെല്ലാം പ്രസ്താവനകളായിരുന്നു ഉണ്ടായിരുന്നത്? ആ പ്രസ്താവനകളുടെ കേസിന്റെ സ്ഥിതി എന്തായി സർ? തോട്ടപ്പള്ളി മണലെടുപ്പ് കേസ്, ബഹുമാന്യനായ മുൻ പ്രതിപക്ഷത്തിന്റെ ആവശ്യം, ഞാൻ പറയാം, പ്രതിപക്ഷത്തിന്റെ ആവശ്യം കരാറുകാർക്ക് പൈസ കൊടുക്കുന്നത് തടയണമെന്നായിരുന്നു. കോടതി കേട്ടില്ല, പണം നൽകാൻ അനുമതി നൽകി. AI ക്യാമറയുടെ കാര്യത്തിൽ ഇപ്പോഴും AI ക്യാമറ നിയമലംഘനം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിയമലംഘനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞു. നാടിന് പ്രയോജനമുള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾ അപവാദ കഥകൾ കൊണ്ടുവന്ന് അതിനെ തടയാനും തകർക്കാനും അല്ലേ ശ്രമിച്ചിട്ടുള്ളത്? സാർ, തോട്ടപ്പള്ളി മണലെടുപ്പ് കേസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞില്ലേ? CMDRF ലോകായുക്ത കേസ് തള്ളിക്കളഞ്ഞില്ലേ? CMRL കേസ് വിജിലൻസ് കോടതി തള്ളിക്കളഞ്ഞില്ലേ? കേസിന് പോയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. തൃശ്ശൂരിലൊരു കോളേജിൽ KSU കുറച്ചോട്ടിന് തോറ്റു, ഞാൻ ജയിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കേസിന് പോയി, കൂടുതൽ വോട്ടിന് തോറ്റു. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. സ്പ്രിംഗ്ലർ കേസ് എന്തൊരു കോലാഹലമായിരുന്നു. സ്പ്രിംഗ്ലർ ഉറക്കുന്നില്ലേ?
ഓർക്കുന്നില്ലേ എന്താണ് സ്പ്രിംഗ്ലറിന്റെ അനുഭവം? ഇവിടെ കെ ടി ജലീൽ ജീവനോടെ ഇരിക്കുകയാണ്. കെ ടി ജലീൽ ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ എന്തെല്ലാം പ്രചരണങ്ങൾ ഈ ജലീലിനെതിരായിട്ട് നടത്തി. അന്ന് ലീഗിന് എവിടെയാണെങ്കിലും ഇരിപ്പുണ്ട്, എവിടെയാണെങ്കിലും അദ്ദേഹം ഇരിപ്പുണ്ട്. നിങ്ങൾ സർ, ഞാൻ ഇത് പറയാതെ പറ്റില്ല സർ. സർ, ഈ കെ ടി ജലീലിനെതിരായിട്ട് എന്തെല്ലാം പ്രചരണം നടത്തി. ജലീൽ ഖുറാന്റെ മറവിൽ, ഖുറാന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തിയവനാണ് എന്ന് പ്രചരിപ്പിച്ചപ്പോ നിങ്ങൾ ലീഗുകാരുടെ എല്ലാം വികാരം എവിടെയായിരുന്നു പോയിരുന്നത്? അപ്പൊ നിങ്ങൾക്ക് മലപ്പുറത്തെക്കുറിച്ച് വേവലാതി ഉണ്ടായില്ലേ? നിങ്ങൾക്ക് മലപ്പുറത്തെക്കുറിച്ച് വേവലാതി ഉണ്ടായില്ലേ? അന്നും നെഞ്ചുറപ്പോടെ ജലീൽ പറഞ്ഞു, ആ വാക്ക് ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്, ഒരു അണുമണി തൂക്കം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വാസമുള്ളത് കൊണ്ട് എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല എന്ന് പ്രഖ്യാപിച്ച ജലീൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയാതെ അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയാതെ അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ ഖുറാനെ ആക്ഷേപിച്ചപ്പോ നിങ്ങൾ എവിടെയായിരുന്നു? ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ സ്വർണം കടത്തി എന്ന് പ്രചരിപ്പിച്ചില്ലേ? എവിടെയായിരുന്നു നിങ്ങൾ? അന്ന് നിങ്ങൾ മലപ്പുറത്തിന് വേണ്ടിയോ ജലീലിന് വേണ്ടിയോ സമുദായത്തിന്റെ പേരിലോ ഒരു വാക്ക് നിങ്ങൾ ഉച്ചരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? എന്നിട്ട് ഇപ്പൊ സമുദായ പ്രേമവുമായിട്ട് കാപട്യവുമായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണോ? ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവില്ല എന്നാണോ കരുതുന്നത്? നിങ്ങൾ കുരുക്ക് മുറുക്കിയില്ലേ സാർ? എത്രയോ ദിവസങ്ങളായി ടെലിവിഷൻ ചാനലുകളിൽ, പത്രമാധ്യമങ്ങളിൽ വലിയ തലക്കെട്ടുകൾ വന്നില്ലേ? ജലീലിന് കുരുക്ക് മുറുകുന്നു. സർ, കരുക്ക് മുറുക്കി നിങ്ങളെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളുടെയും കൈ തഴമ്പിച്ചില്ലേ? അതല്ലാതെ വല്ല പ്രയാസം ഉണ്ടായോ? ജലീൽ ഇവിടെ ഇരിക്കുന്നതല്ലേ? സർ, എന്തെല്ലാം തെറ്റായ വാർത്തകളാണ് ഈ കഴിഞ്ഞ കാലത്തിടയിൽ വന്നിട്ടുള്ളത്. ബിരിയാണി ചെമ്പിന്റെ കഥ അങ്ങേക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്ന് മാത്രം പ്രചരിപ്പിക്കാനുള്ള എന്ന് വരെ നമ്മൾ കേട്ടതാണ്. കൈതോലപ്പായയുടെ ഒരു കഥയുണ്ട്. നിങ്ങൾ എന്തിനെ വെറുതെ വിട്ടത്? കൈതോലപ്പായയെ വെറുതെ വിട്ടിട്ടില്ല, ബിരിയാണി ചെമ്പിനെ വെറുതെ വിട്ടിട്ടില്ല. കൈതോലപ്പായയുടെ കഥ, ബിരിയാണി ചെമ്പിന്റെ കഥ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്, ഈ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതല്ലേ സർ? ഏറ്റവും അവസാനം ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വയനാട്, ഇവിടെ റവന്യൂ മന്ത്രിയുണ്ട്, ശശീന്ദ്രൻ മിനിസ്റ്ററുണ്ട്. വയനാട്ടിൽ ആഴ്ചകളോളം പോയി നിന്നവരാണ്. ആ വയനാടിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ വയനാടിനെ കുറിച്ച് ഇല്ലാത്ത വാർത്ത ഒരു ദിവസം ബോംബ് പൊട്ടുന്നത് പോലെ വരികയാണ്. ഇല്ലേ? കള്ളക്കണക്കെഴുതി സർക്കാർ വ്യാജമായി പെരുപ്പിച്ച കണക്കെഴുതി 75,000 രൂപയോ എന്ന് ചോദിച്ചു. സാർ, ആ വാർത്ത ഇപ്പൊ എവിടെ പോയി? ഇപ്പൊ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് മിണ്ടാട്ടമില്ലാത്തത്? നിങ്ങൾ കാള പെറ്റെന്ന് കേട്ടപ്പോ കയറെടുത്ത് അതിന്റെ പിന്നാലെ സർക്കാരിനെ ആക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരല്ലേ? അല്ലേ? നിങ്ങൾ വയനാട്ടിലെ ജനങ്ങളെ കുറിച്ച് ആലോചിച്ചോ? സർ, അവർ വളരെ അസ്വസ്ഥരാകുന്നതുകൊണ്ട് അവര് വളരെ അസ്വസ്ഥരായതുകൊണ്ടും അവരുടെ മാനസികാവസ്ഥ കണക്കിലെടുത്ത് ഞാൻ അവസാനിപ്പിക്കാം. സർ, ഈ ഗവൺമെന്റ് ഇന്ത്യയിൽ ഒട്ടേറെ മേഖലകളിൽ ഒന്നാമതെത്തിയ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന് ഏറ്റവും ഒടുവിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് കഴിഞ്ഞ ദിവസമാണ് അർബൻ ഗവേണൻസ് ഇൻഡെക്സ് 1ാം റാങ്ക് വന്നത്. നീതി ആയോഗിന്റെ സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സ് 1ാം റാങ്ക്. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ലോകത്തെ 4ാം റാങ്ക്, ഏഷ്യയിൽ 1ാം റാങ്ക്. ഞാൻ എല്ലാം പറയുന്നില്ല, അപ്പോൾ കൂടുതൽ അസ്വസ്ഥരാകും. അപ്പോൾ ഇങ്ങനെ ഒരു 2 ഡസൻ നേട്ടങ്ങളെങ്കിലും ഈ ഗവൺമെന്റിന് പറയാൻ കഴിയും. ആ ഗവൺമെന്റിന്റെ ഈ നേട്ടങ്ങളെ വസ്തുതകൾ കൊണ്ട് നേരിടാൻ കഴിയാത്തത് കൊണ്ട് അപവാദങ്ങൾ കൊണ്ട് മൂടുകയാണ്. സത്യവിരുദ്ധമായ പ്രചരണങ്ങളുടെ ഘോഷയാത്രയാണ് കേരളത്തിൽ കാണുന്നത്. നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ മാധ്യമ ശൃംഖല പുറത്തുണ്ട് എന്നതുകൊണ്ട് ആ മാധ്യമ ശൃംഖലയുടെ ബലത്തിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തെ കുഴിച്ചു മൂടാമെന്നാണ് വ്യാമോഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും മുതൽ സംഘപരിവാർ വരെയുള്ളവർ ഒരുമിച്ച് അണിനിരക്കുകയാണ്. ബംഗാളിൽ ഇടതുപക്ഷത്തിനെതിരെ അണിനിരന്നതുപോലെ ഞാനൊരു സന്തോഷ വാർത്ത കൂടി പറയാം. ഈ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലത്തെ തീവ്രവാദ ശക്തികളും എല്ലാം ചേർന്ന് എതിർത്തിട്ടും ജമ്മു കാശ്മീരിൽ സഖാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വർഗീയ ശക്തിയുടെയും മുമ്പിൽ തല കുനിക്കുകയില്ല എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. അത് സംഘപരിവാറാവട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, നിങ്ങളെല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് നിന്നാൽ
നിങ്ങൾക്ക് അതിന് ഒറ്റുകാരെ കിട്ടിയാൽ ആ ഒറ്റുകാരെ ഉപയോഗിച്ച് അവരെ മുന്നിൽ നിർത്തി ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്താലും സത്യം എന്ന ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സത്യവിരുദ്ധമായ പ്രചരണങ്ങളുടെ ഈ നെടുങ്കോട്ടകളെ മുഴുവൻ തകർത്ത് ഇതിനെ അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ആത്മവിശ്വാസമാണ് ഇന്നലെ ഒളിച്ചോടാൻ ഇറങ്ങി പുറപ്പെട്ട നിങ്ങളെ പിടിച്ചു നിർത്തി ഇതെല്ലാം കേൾപ്പിച്ചത്. ആ ആത്മവിശ്വാസം കൊണ്ടാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.